നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ SCERTയുടെ 5ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, 7ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 9ലെ പാർട്ട് 2ല് 4 ലെസൺ വരുന്നുണ്ട്. 5, 6, 7, 8 ചാപ്റ്ററുകളായിട്ട് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, വിലയും വിപണിയും, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ. നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഏതാണ്? എക്കണോമിക്സ് വിഭാഗത്തിൽ വരുന്നതാണ്. അത് നമുക്ക് ഏതിന് വേണ്ടുള്ളൂ? മെയിൻസിനെ വേണ്ടുള്ളൂ. അത് നമ്മൾ ഇപ്പൊ തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ എന്ന 2 ലെസൺ ആവശ്യമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് തീരങ്ങളിലൂടെ എന്നതാണ്. നമുക്കറിയാം, നമുക്ക് പ്രിലിംസിനാണെങ്കിലും ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ജോഗ്രഫി വിഭാഗത്തിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫസ്റ്റ് ഒരു പോയിന്റ് തന്നെ ഏതാണ്? ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ വിശേഷണങ്ങൾ അല്ലേ. അതേപോലെ തന്നെ മെയിൻസിനാണെങ്കിലും അതിലൊരു ടോപ്പിക്കാണ് ഏത്? തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും പഠിക്കും തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലങ്ങളുടെ പ്രത്യേകത എന്തെന്ന് പഠിക്കും. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു നോക്കൂ. 1.5 ലെസൺ ആണ് കേട്ടോ. ഇതിൽ കിടക്കുന്ന പോയിന്റുകള് വരാൻ പോകുന്ന എക്സാമിൽ നല്ല രീതിയിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗങ്ങളാകും എന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഉറപ്പിക്കാൻ പറ്റും. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നമ്മളൊന്നും പഠിക്കാത്ത പോയിന്റുകൾ ഇഷ്ടംപോലെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീരപ്രദേശം എന്ന ഒരു ടോപ്പിക്, തീരസമതലം എന്നൊരു ടോപ്പിക് നിങ്ങൾ ഇവിടെ എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ ആ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു പോകും. ലാസ്റ്റ് ഞാൻ ഒരു റിവിഷൻ തരും. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഞാൻ എന്റെ ഭാഗങ്ങൾ അവിടെ ക്ലിയർ ആക്കി വെക്കും. 1.5 ലെസൺ ആണ്, നമുക്കത് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടരുത്. ക്ലാസ്സിന്റെ ഇടയിൽ ചാഞ്ചാടിയാൽ ഒന്നും മനസ്സിലാകില്ല. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിൽ ഈ തീരങ്ങളിലൂടെ എന്ന ലെസണില് നമുക്ക് തീരങ്ങളിലൂടെ, തീരപ്രദേശങ്ങളിൽ, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സബ് ഡിവിഷൻസ്, കിഴക്കൻ തീരസമതലത്തിന്റെ സബ് ഡിവിഷൻസ്, ആ തീരപ്രദേശങ്ങളിൽ വരുന്ന മണ്ണിന്റെ പ്രത്യേകത, തീരപ്രദേശങ്ങളിൽ വരുന്ന ഭൂരൂപങ്ങളുടെ പ്രത്യേകത, അവിടെയുള്ള സസ്യജാലങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ അവിടെയുള്ള ദ്വീപുകള്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് ഈ ഒരു ലെസണിൽ പഠിക്കുന്നുണ്ട്. പരമാവധി ഒരു ടോപ്പിക്ക് ഈ ഒരു ലെസണിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ വേറെ പ്രത്യേകിച്ചിട്ട് ഇതൊന്നും പഠിക്കാനില്ല. ഇപ്പൊ നമുക്കിതാ എന്താണ് സമുദ്രമാർഗം, നമ്മുടെ വാസ്കോഡ ഗാമ നാവികമാർഗം ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പോ നമുക്ക് അങ്ങനെ പോകാം കേട്ടോ. ഇതെവിടെ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഈ ലെസൺസ് ഇരുന്ന് വായിച്ചിട്ട് നിങ്ങളെ ആക്കിപ്പിക്കില്ല കേട്ടോ. കാരണം നമുക്ക് അതിൽ പോയിന്റുകൾ എവിടെയൊക്കെ ഉണ്ട് ആ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയൊന്നും നമുക്ക് അതിൽ പഠിക്കാനില്ല. ഓക്കെ, അതിൽ എന്താ പറയാ, നിങ്ങൾ അത് കണ്ടോ, നിങ്ങൾ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ലെസൺ ഇരുന്നിട്ട് വായിച്ചിട്ട് സമയം കളയുന്ന പറയുന്നത് ചെറിയ കാര്യമില്ലല്ലോ. നോക്കൂ, സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്യുലേറ്റ് സൊസൈറ്റി. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോട്ടാ. സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ആര്? ഏതാണ്? ഹാക്യുലേറ്റ് സൊസൈറ്റി ആണ്. ചിലപ്പോ അങ്ങനെയും ചോദിച്ചൂടെ? ഹാക്യുലേറ്റ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേർണൽ. അപ്പൊ സമുദ്ര സഞ്ചാര രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് ആര്? ഹാക്യുലേറ്റ് സൊസൈറ്റി ആണ്. അവർ തയ്യാറാക്കിയ എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ വായിച്ചത്. നേരത്തെ ഫസ്റ്റ് പേജിൽ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. സമുദ്ര സഞ്ചാര രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് ആര്? ഹാക്യുലേറ്റ് സൊസൈറ്റി ആണെന്ന് പറയാം. പിന്നെ വാസ്കോ ഡ ഗാമയെ കുറിച്ചിട്ടുള്ള ഇവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. അത്ര പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ ഇതിലൊന്നും പോയിന്റ് ഇല്ല. നോക്കൂ, ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശം ഉണ്ട്. ഇതൊരു പോയിന്റ് ഇവിടെ പഠിച്ചു വെച്ചോ കേട്ടോ. ലക്ഷദ്വീപ് നമ്മൾ പറയാറുണ്ട് അല്ലെ, രണ്ടും കൂടി വ്യത്യാസം നമ്മൾ പറയാറുണ്ട്. 6100 എന്ന് പറയാറുണ്ട്. പക്ഷെ ദ്വീപുകൾ ഉൾപ്പെടെ ആണെങ്കിൽ ഏത് ദ്വീപുകള്? ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക്. ഇത് ചോദിച്ചൂടെ? ഫസ്റ്റ് നമുക്ക് പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. ചോദിച്ചൂടെ
7500 തിരിച്ചു തരും. 7000 ചിലപ്പോൾ അങ്ങനെ തിരിച്ച് 7157 അങ്ങനെയൊക്കെ തരും. കണ്ടോ, നമ്മൾ 7157 7517 കണ്ടോ, രണ്ടും വ്യത്യാസം പെട്ടെന്ന് നമുക്ക് അറിയോ. നമ്മുടെ അവിടുത്തെ സ്ട്രെസ് കാര്യം നമ്മൾ വേഗം എത്തും. അപ്പൊ ഫസ്റ്റ് 7 കഴിഞ്ഞ 5 ആണെന്നുള്ളത് നന്നായിട്ട് ഓർമ്മ വെക്കണം കേട്ടോ. 5 കഴിഞ്ഞിട്ടേ 1 വരുന്നുള്ളൂ കേട്ടോ. 7517 കിലോമീറ്റർ കേട്ടോ. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. 7517 കിലോമീറ്റർ. ഇവിടെ ഓക്കെ ആയല്ലോ. ഈ 2 പോയിന്റ് ഇവിടെ പഠിച്ചു വെക്കണം. ഞാൻ അത്രയും ഒരു പോയിന്റ് തന്നെ 4-5 പ്രാവശ്യം സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അത് പഠിച്ചു വരണം കേട്ടോ. അപ്പൊ ഇതിൽ ഈ 2 കാര്യങ്ങൾ ഈ സ്ലൈഡിൽ ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയാണ് ഇന്ത്യൻ തീരസമതലത്തിന്റെ ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. ഈ ഉപദ്വീപീയ പീഠഭൂമി നോക്കൂ, ഇവിടെ കണ്ടോ, ഇവിടെ ഗുജറാത്ത് ആണ് അല്ലെ. ഇവിടെ ഗുജറാത്ത് മേഖലയാണ്, ഗുജറാത്ത് ഭാഗമാണ്. അപ്പൊ ഈ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങിയിട്ട് നമ്മുടെ തീരസമതലം കണ്ടോ, ഇത് പടിഞ്ഞാറൻ തീരസമതലം, ഈ ഭാഗം കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ അറബിക്കടലിന്റെ ഭാഗമായിട്ടും കിഴക്കൻ തീരസമതലം എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പഠിച്ചല്ലോ. അപ്പൊ ഇങ്ങനെ റാൻ ഓഫ് കച്ച് മുതൽ അങ്ങനെ വന്നിട്ട് ഈ തീരസമതലം അതാ കണ്ടോ, ഇതിങ്ങനെ വ്യാപിച്ച് ഇതുവരെയാണ് നമ്മുടെ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇന്ത്യയുടെ തീരസമതലങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം 2 തരത്തില് തീരസമതലമുണ്ട്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഏത് പഠിക്കുന്നത്, കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചിട്ടാണെന്ന് ബോധ്യം വേണം. ഓക്കെ, നോട്ട് ചെയ്തോ. ഓരോരോ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 പോയിന്റ് ഇട്ടും പഠിക്കണം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഒരു പോയിന്റ് പഠിച്ചോ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. ഇടുങ്ങിയ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ എല്ലാ എക്സാമുകളിലെയും ഓരോ ഓപ്ഷനിലും എന്താണ് അവരൊരു എന്താ പറയുക കുരുക്കിട്ടിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ ഒക്കെ മിസ്റ്റേക്ക് വന്നത് നമ്മൾ വീട്ടിലെത്തിട്ട് നെഗറ്റീവ് അടിച്ചു എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ വായന കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറും. ഇവിടെ തന്നൂടെ വിശാലമായ ഭൂപ്രദേശമാണെന്ന് തന്നാൽ നമ്മൾ അവിടെ വിശാലമാണ് ഇടുങ്ങിയതെന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അതാണ് പറയുന്നത് കേട്ടാ. ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. 1 പഠിച്ചോ. 2, ഇത് രണ്ടാമത്തെ പോയിന്റ്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ. 2 പഠിച്ചോ. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 3ാമത്തെ പോയിന്റ് പഠിച്ചോ. 1840 കിലോമീറ്റർ നീളം. പഠിച്ചോ, 1840 കിലോമീറ്റർ നീളം. ഇനി 4ാമത്തെ പോയിന്റ്, വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. വീതി എത്രയാണ്? 10 to 15 കിലോമീറ്ററിന് ഇടയിലാണ്. 5ാമത്തെ പോയിന്റ് പഠിച്ചോ. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. 5 പോയിന്റ് പഠിച്ചോ. എന്തൊക്കെ പഠിച്ചു പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചിട്ട്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. 1 പഠിച്ചു. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. 2ാമത്തെ പോയിന്റ് പഠിച്ചു. 1840 കിലോമീറ്റർ നീളമാണ്. 3ാമത്തെ പോയിന്റ് പഠിച്ചു. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ടു 10 to 15 കിലോമീറ്ററിനും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞു. ഇതൊരു താഴ്ത്തപ്പെട്ട ഒരു തീരമാണ്. സബ്മർജ്ഡ് ആണ്. ചിലപ്പോൾ ഉയർത്തപ്പെട്ട തീരം തരും. താഴ്ത്തപ്പെട്ട തീരമാണ് ഏത്? പടിഞ്ഞാറൻ തീരസമതലം. എന്താണ് താഴ്ത്തപ്പെട്ട തീരം, എന്താണ് ഉയർത്തപ്പെട്ട തീരം? താഴ്ത്തപ്പെട്ട തീരം എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ് അവതലനം. എന്താണ് അവതലനമാണ് കേട്ടോ. ഉയർത്തപ്പെട്ട തീരം എന്ന് പറയുമ്പോൾ അത് ഉദ്ധാനമാണ്. അപ്പൊ ഉ എന്ന് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുക കേട്ടോ. ഉയർത്തപ്പെട്ട തീരം ഉദ്ധാനം, താഴ്ത്തപ്പെട്ട തീരം അവതലനം. പഠിച്ചു. അപ്പൊ എന്താണ് ഉയർത്തപ്പെട്ട തീരം, എന്താണ് താഴ്ത്തപ്പെട്ട തീരം നോക്കാലോ. തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കടല് പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. ഇനി എന്താണ് താഴ്ത്തപ്പെട്ട തീരം അല്ലെങ്കിൽ അവതലനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ, കണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കരഭാഗം ഉയരുകയാണെങ്കിൽ അത് ഉയർത്തപ്പെട്ട തീരം. കരഭാഗം ഉയരുകയാണെങ്കിൽ അത് ഉയർത്തപ്പെട്ട തീരം. കരഭാഗം താഴുകയാണെങ്കിൽ അത് താഴ്ത്തപ്പെട്ട തീരം. അവിടെ സമുദ്രജല
സമുദ്രനിരപ്പ് കരഭാഗം ഉയരുമ്പോൾ സമുദ്രനിരപ്പ് എന്ത് ചെയ്യണം? താഴണം. ഇവിടെ കരഭാഗം താഴുന്ന സമയത്ത് സമുദ്രനിരപ്പ് എന്ത് ചെയ്യണം? ഉയരുകയാണ്. ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടും കൂടിയിട്ട് ഒപ്പം പഠിക്കരുത്. ഒന്നിന്റെ ഒന്ന് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് കരഭാഗം മാത്രം പഠിച്ചു വെക്കുക. കരഭാഗം ഉയരുകയാണെങ്കിൽ ഉദ്ധാനം അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരം. കരഭാഗം താഴുകയാണെങ്കിൽ താഴ്ത്തപ്പെട്ട തീരം അല്ലെങ്കിൽ അവതലനം. അത് മനസ്സിലോ? ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇനി പടിഞ്ഞാറൻ തീരത്ത് നദീ നിക്ഷേപങ്ങൾ കുറവായിരിക്കും. നമ്മൾ അവിടെ പോയിന്റ് പഠിച്ചില്ലേ? 5ാമത്തെ പോയിന്റ് പഠിച്ചോ? പടിഞ്ഞാറൻ തീരത്ത് നദീ നിക്ഷേപങ്ങൾ കുറവായിരിക്കും. അതായത് എന്താണ്? നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളുടെ കനമൊക്കെ പടിഞ്ഞാറൻ തീരത്ത് കുറവായിരിക്കും. മനസ്സിലായോ? ഇനി പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇതിവിടെ തെറ്റാൻ പാടില്ല. ചിലപ്പോൾ ഇതിന്റെ ഇടയിലായിരിക്കും കിഴക്കൻ തീര സമതലത്തിന്റെ സബ് ഡിവിഷൻസ് ഇവിടെ കൊണ്ടിടുമായിരിക്കും. അപ്പൊ ഇത് തന്നിരിക്കുന്നതിൽ ഏതെന്ന് പറയുമ്പോൾ തെറ്റാൻ പാടില്ല. പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ 3 ഭാഗങ്ങളാണ്. നമ്മൾ ആ മാപ്പ് നോക്കിയാൽ മതി. പടിഞ്ഞാറല്ലേ ഗുജറാത്ത് കിടക്കുന്നത്, കൊങ്കൺ തീരം, മലബാർ തീരം. മലബാർ തീരം പറയുമ്പോൾ നമ്മുടെ കേരളം കൂടി ഉൾപ്പെടുന്നതാണ് അല്ലെ മലബാർ തീരം എന്ന് പറയുന്നത്. അപ്പൊ മലബാർ തീരവും ഗുജറാത്ത് തീരവും കൊങ്കൺ തീരവും പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. പഠിച്ചു. ഇനി നമുക്ക് ഗുജറാത്തും കൊങ്കണും മലബാറും 3 ആൾക്കാരെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ച് നോക്കാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും എങ്ങനെയാണ്? 1ാമത്തെ പോയിന്റ് നോക്കൂ. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. ഒരു പോയിന്റ് പഠിച്ചോ ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ചിട്ട്? ഗുജറാത്ത് എന്ന് പറയുമ്പോൾ തന്നെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാപ്പിൽ ഇന്ത്യയിൽ എവിടെ കിടക്കുന്ന? പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലെ. അപ്പൊ റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും പിന്നെ ഏതൊക്കെയാണ്? ദാദാ വരുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെ. ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി ഇപ്പൊ ഒന്നാക്കി അല്ലെ. ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. പഠിച്ചല്ലോ. 2ാമത്തെ പോയിന്റ് പഠിക്കുക. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപമായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. 2ാമത്തെ പോയിന്റ് പഠിച്ചോ? സബർമതിയും മാഹിയും ട്ടോ. ശ്രദ്ധിക്കണം. സബർമതി മാഹി കണക്ട് ചെയ്തോ, ഓർമ്മ വെച്ചോ. ഗുജറാത്ത് തീരസമതലം സബർമതി മാഹി ട്ടോ. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത്. 3ാമത്തെ പോയിന്റ് പഠിച്ചോ? ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്, ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകള്, ചതുപ്പ് നിലങ്ങള്, വേലിയേറ്റ ചാലുകള്, കുന്നുകള്. ഇതൊക്കെ ഇവിടുത്തെ സവിശേഷതകളാണ്. അപ്പൊ ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ചിട്ട് 3 പോയിന്റ് നമ്മൾ പഠിച്ചു. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഗുജറാത്ത് തീരസമതലം. 1. 2ാമത്തെ പോയിന്റ് സബർമതി മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരസമതലം രൂപപ്പെട്ടിരിക്കുന്നത്. 2. ഇവിടെ എന്തൊക്കെയാണ് ഈ ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രത്യേകത? ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകള്, ഉപദ്വീപുകള്, കടലിടുക്കുകള്, ചതുപ്പ് നിലങ്ങള്, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവയൊക്കെ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. 3 പോയിന്റ് ഗുജറാത്ത് തീരസമതലം പഠിച്ചില്ലേ? ഇനി ഇതാ പഠിച്ചോ. 4. കപ്പലുകളുടെ ശവപ്പറമ്പ്. ഇത് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കടൽ തീരം ഏതെന്ന് ചോദിക്കാറുണ്ട്. അലാങ് കേട്ടോ. ഇതൊക്കെ ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം. 4ാമത്തെ പോയിന്റ്. പിന്നെ 5ാമത്തെ പോയിന്റ് പഠിച്ചോ. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ ഏതൊക്കെയാണ് പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങള്? ഗുജറാത്തിലത്തെ സൂററ്റും വഡോദരയും. 5ാമത്തെ പോയിന്റ് പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും. 6ാമത്തെ പോയിന്റ് പഠിച്ചോ. മത്സ്യബന്ധന ഹാർബറായ വെരാവലി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? ഈ പോയിന്റുകൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഞാൻ പഠിച്ചിട്ടില്ല. മത്സ്യബന്ധന ഹാർബറായി ഗുജറാത്തിലെ മത്സ്യബന്ധന ഹാർബറായ വെരാവലും. ചോദിച്ചൂടെ ഗുജറാത്തിലെ മത്സ്യബന്ധന ഹാർബർ ഏതെന്ന് ചോദിച്ചു. വെരാവൽ തന്നെ. ഏത് വെരാവലും അല്ലെ? നമുക്ക് അവിടെ അറിയോ. മത്സ്യബന്ധന ഹാർബറായ വെരാവലും. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറം. അത് നമുക്ക് പിന്നെ അറിയാം. നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. അപ്പൊ ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ അവിടെ 3 പോയിന്റ് പറഞ്ഞു. ദാമൻ ദിയു കേന്ദ്രഭരണ പ്രദേശങ്ങൾ പറഞ്ഞു. സബർമതി, മാഹി നദീതീരങ്ങളിൽ കൊണ്ട്
കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ്. പിന്നെ അവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പഠിച്ചു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാം കടൽ തീരം ഗുജറാത്ത് തീരസമുദ്രത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞു. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര മറക്കരുത്. സൂററ്റ് പിന്നെ നമുക്ക് ഗുജറാത്താണെന്ന് കിട്ടും. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര, മത്സ്യബന്ധന ഹാർബർ ആയിട്ടുള്ള വെരാവല്, പിന്നെ ദണ്ഡി, കടപ്പുറം, ഇതൊക്കെ എന്താണ്? ഉപ്പുപ്പാടങ്ങളും ഒക്കെ ഗുജറാത്ത് തീരസമതലത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് ജനജീവിതത്തിന്റെ. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്, നമ്മളിപ്പോ എപ്പോഴും തീരസമതലം പഠിക്കുമ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, എന്താ റാൻ ഓഫ് കച്ച്? സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഈ ലെസൺ വായിച്ചപ്പോഴാണ് റാൻ ഓഫ് കച്ചിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പൊ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഒരു ലവണ ചതുപ്പ് നിലമാണ് കേട്ടോ. ലവണ ചതുപ്പ് നിലമാണ്. ചോദിക്കും റാൻ ഓഫ് കച്ച് എന്നത് എന്ത് എന്ന് ചോദിച്ചു താഴെ തന്നൂടെ? വരണ്ട ചതുപ്പ് നിലം, ലവണ ചതുപ്പ് നിലം എന്നൊക്കെ തന്നൂടെ? ലവണ ചതുപ്പ് നിലമാണ്. ഇന്ത്യ എന്നൊക്കെ പഠിച്ചോ? ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ, ഇന്ത്യ പാക് കേട്ടോ, പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ ഈ റാനിന് എന്താണ് അർത്ഥം? മരുഭൂമിയാണ്. ഗുജറാത്തി ഭാഷയിലെ റാൻ എന്നാൽ മരുഭൂമിയാണ്. മഴക്കാലങ്ങളിൽ ഈ റാൻ ഓഫ് കച്ച് എന്തായിട്ട് ചെയ്യും? മഴക്കാലം ആകുമ്പോൾ വെള്ളക്കെട്ടായിരിക്കും അല്ലേ? മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായിട്ട് രൂപപ്പെടും. മഴ മാറുന്നതോടെ ഈ റാൻ ഓഫ് കച്ച് വരണ്ട ഒരു ലവണ മരുഭൂമിയായിട്ട് പ്രദേശമായിട്ട് മാറുന്നു കേട്ടോ. അതേപോലെ നോക്കൂ, വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞതാണ് റാൻ ഓഫ് കച്ച്. ലവണ മരുഭൂമിയാണ് എന്ന് പറഞ്ഞു അല്ലേ? ഉപ്പ് കൊണ്ട് ഇല്ലേ? ലവണ മരുഭൂമിയാണ്. അപ്പൊ എങ്ങനത്തെ ഉപ്പുമണലാണ് അവിടെ കാണപ്പെടുന്നത്? വെളുത്ത ഉപ്പുമണല് നിറഞ്ഞതാണ് റാൻ ഓഫ് കച്ച്. അതേപോലെ 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ റാൻ ഓഫ് ചതുപ്പ് നിലം കേട്ടോ. 26,000. ചിലപ്പോൾ ഓപ്ഷനിൽ 28,000, 27,000 എന്നൊക്കെ തരും. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചതുപ്പ് നിലത്തിന് 2 വിഭാഗങ്ങളുണ്ട് കേട്ടോ. റാൻ ഓഫ് കച്ചിന് ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും കേട്ടോ. ഗ്രേറ്ററും ലിറ്റിൽ റാൻ എന്നും 2 വിഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് കേട്ടോ. അപ്പൊ ഈ കച്ചില് ഏത് ഉത്സവമുണ്ട്? റാൻ ഉത്സവം. എവിടെയാണ് കച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചില് റാൻ ഉത്സവം നടക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി മാസങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ ഏതാ മാസം? നമ്മളിപ്പോ പഠിക്കുന്ന മാസം ഏതാ? നവംബർ മാസമാണ് അല്ലെ? അപ്പൊ ഇനി നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. അപ്പൊ എന്തൊക്കെ റാൻ ഓഫ് കച്ചിനെ കുറിച്ച് പഠിച്ചിട്ടു? എന്താണ് കച്ച്? റാൻ ഓഫ് കച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് റാൻ ഓഫ് കച്ച്? ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. ഒന്നാമത്തെ പോയിന്റ്. റാൻ എന്നാൽ ഗുജറാത്തി ഭാഷയിൽ മരുഭൂമി എന്നാണ് അർത്ഥം. രണ്ടാമത്തെ പോയിന്റ്. ഈ റാൻ ഓഫ് കച്ചിൽ വെളുത്ത ഉപ്പുമണല് കാണപ്പെടാറുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുകളായിട്ട് കാണപ്പെടുന്നു. മഴയില്ലാത്ത സമയത്ത് വരണ്ട ലവണ മരുഭൂമിയായിട്ട് കാണപ്പെടുന്നു. 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇതിന് 2 വിഭാഗങ്ങളുണ്ട്, ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും. റാൻ ഉത്സവം നവംബർ മുതൽ ഫെബ്രുവരി വരെ ഇവിടുത്തെ ഒരു പ്രധാന ആഘോഷമാണ്. പഠിച്ചു കേട്ടോ. ഇനി അങ്ങനെ ഗുജറാത്ത് തീരം കംപ്ലീറ്റഡ്. ഗുജറാത്ത് തീരം എന്താ ചെയ്തു? നമ്മൾ അവിടെ കംപ്ലീറ്റഡ് ആക്കി. ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ പെട്ടെന്ന് നമ്മളിപ്പോ പുതിയ പോയിന്റുകളാണ്. നോക്കൂ, നമ്മൾ ഇതുവരെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്ക് തന്നെ ടെൻഷനായി സത്യം പറഞ്ഞ. ഈശ്വര, ഇതിനൊക്കെ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഇനി നമുക്ക് പ്രിലിംസിനൊക്കെ അങ്ങോട്ട് കയറി വന്നാലേ കയറി വന്നാൽ നമ്മൾ അവിടെ കിടന്നിട്ട് ഇതാകില്ലേ? നമ്മൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. നമ്മൾ പുതിയ SCRT കംപ്ലീറ്റ് ആക്കി തരാം. ഇത് സപ്പോർട്ട് കുറഞ്ഞത് കൊണ്ടാണ് സത്യം പറഞ്ഞു കേട്ടോ. ആ ഹോട്ട് ഏരിയ പോലും ഞാൻ തെരഞ്ഞെടുത്തിട്ട് A to Z പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ പോലും ഒരു ന്യൂസ് പോലും ഇല്ലാണ്ടായപ്പോ പിന്നെ എന്താ ക്ലാസ് ഇടണമെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താ കൂട്ടുകാർ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു SCRT കഴിഞ്ഞോ ഇട്ടുവരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലേ, സപ്പോർട്ട് ചെയ്യാട്ടോ. പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇനി നമ്മൾ ഇവിടെ ഗുജറാത്ത് തീരസമരം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ബാക്കിട്ട് വാട്ടാ. ബാക്കിട്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ തനിയെ പറയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഗുജറാത്ത് തീരസമുദ്രത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യും, മെമ്മറിയിൽ അങ്ങോട്ട് റീകളക്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കൊങ്കൺ തീരത്തെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഒന്നാമത്തെ പോയിന്റ് പഠിച്ച ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. എത്രയാ നോക്കൂ, ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 500 കിലോമീറ്റർ ആണ് കൊങ്കൺ തീരത്തിന്റെ നീളം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊങ്കൺ തീര
തീരത്തിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കു ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കു ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരമാണ്. വടക്കു ഭാഗത്ത് മണലാണ്, തെക്കു ഭാഗത്ത് പാറക്കൂട്ടങ്ങളാണ് കേട്ടോ. അതുപോലെ ക്ലിഫുകള്, ദ്വീപുകള്, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്മതമെന്ന്. കാരണം ഇവിടെ ശ്രദ്ധിക്കണം, കൊങ്കൺ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ. കൊങ്കൺ തീരസമതലത്തിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ് ജൈവ വൈവിധ്യ കാരണം എപ്പോഴും പച്ചപ്പ് ഉണ്ടാകും അല്ലേ? കാരണം നല്ല ആർദ്ര കാലാവസ്ഥയാണ്. അപ്പൊ ചെടികൾക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ മഴ ലഭിക്കുമ്പോൾ അവിടെ പച്ചപ്പും ജൈവ വൈവിധ്യവും അവിടെ സമ്പന്നമാക്കും. ശ്രദ്ധിച്ചോ, നോട്ട് ദ പോയിന്റ്. കൊങ്കൺ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭ്യമാക്കുന്നുണ്ട്. ക്ലിഫുകളും ദ്വീപുകളും ബീച്ചുകളും തീരദേശ ഭൂരൂപങ്ങളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ദാമൻ മുതൽ ഗോവ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. 500 കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. വടക്കു ഭാഗത്തെ മണൽ നിറഞ്ഞതും തെക്കു ഭാഗത്തെ പാറക്കൂട്ടങ്ങളുമാണ്. ഇത്രയും കാര്യങ്ങൾ കൊങ്കൺ തീരസമതലത്തെ കുറിച്ചിട്ട്. ഇനി കൊങ്കൺ തീരസമതലം നോക്കൂ. നാവശേവ, മോർമുഖാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ കണ്ടോ. കൊങ്കൺ തീരസമതലത്തിലെ പ്രകൃതിദത്ത തുറമുഖങ്ങൾ ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? കൊങ്കൺ തീരസമതലത്തിലെ 2 പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ നാവശേവ അല്ലെ, നാവശേവ നവി മുംബൈ, മോർമുഖാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളാണ്. പിന്നെ നോക്കൂ, മത്സ്യബന്ധന ഹാർബർ ഏതാണ്? മാൽപേ. കണ്ടോ, മാൽപേ മത്സ്യബന്ധന ഹാർബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ തീരത്താണ്. പിന്നെ കപ്പൽ നിർമ്മാണശാലകള്, ടൂറിസം കേന്ദ്രങ്ങള്, വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് ഒരു മേഖല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലേ, ഏതൊക്കെയാണ്? എക്കണോമിക് ആയിട്ട് ഇവർക്ക് ലാഭമാണ് അല്ലെ? കാരണം മത്സ്യബന്ധന തുറമുഖങ്ങളും കപ്പൽ നിർമ്മാണശാലകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ നല്ല രീതിയിൽ സാമ്പത്തികം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കണം. അപ്പോ 2 പ്രകൃതിദത്ത തുറമുഖങ്ങൾ കൊങ്കൺ തീരത്തുണ്ട്. ഏതൊക്കെയാണ്? നാവശേവിയും മോർമുഖാവയും. പിന്നെ കൊങ്കൺ തീരത്തുള്ള ഒരു മത്സ്യബന്ധന തുറമുഖം ഏത്? മാൽപേ. മാൽപേ നമ്മൾ ഈശ്വർ മാൽപേ നമ്മൾ പഠിച്ചില്ലടാ, നമ്മുടെ അർജുനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈശ്വർ മാൽപേ എന്ന് പറഞ്ഞില്ലേ? അപ്പോ നിങ്ങൾ ആ മാൽപേ കണക്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പരിചിച്ച് പറയല്ല കേട്ടോ. ആ പേര് നമുക്ക് ഓർമ്മ വെക്കാനാണ്. മാൽപേ മത്സ്യബന്ധന തുറമുഖം കൊങ്കൺ തീരത്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. മാൽപേ മത്സ്യബന്ധന തുറമുഖം കൊങ്കൺ തീരത്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണം. സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ പറഞ്ഞിട്ട് കണ്ട. ഈ കൽത്തൂണുകൾ കണ്ട, ഈ പിക്ചർ കണ്ട നിങ്ങള്? ഈ പിക്ചറിന് എന്താണ് നമുക്ക് കാണുന്നത്? നോക്കൂ, കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് കേട്ടോ. ഉടുപ്പി ജില്ലയില് മാൽപേ തീരത്ത്. ഏതാണ് ഈ മാൽപേ തീരം? നമ്മൾ മത്സ്യബന്ധന ഹാർബർ പറഞ്ഞല്ലേ? ഈ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ മാൽപേ തീരത്ത് നിന്ന് മാറിയിട്ട് കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജനവാസം ഇല്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ് കേട്ടോ. അപ്പൊ സെന്റ് മേരീസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് കേട്ടോ. മാൽപേ തീരത്തിൽ നിന്നും മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജനവാസമില്ല. അപ്പൊ കർണാടകയിലെ ഉടുപ്പി ജില്ലയില് മാൽപേ തീരത്തിൽ നിന്നും അകന്നു മാറിയിട്ടാണ് സെന്റ് മേരീസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജനവാസമില്ലാത്ത ദ്വീപ്, ചെറുദ്വീപാണ് കേട്ടോ. ദ്വീപ് നിറയെ ഷഡ്ഭുജം ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങൾ കണ്ടോ. ഈ പാറക്കൂട്ടങ്ങളുടെ ആകൃതി അവർ പറയുന്നത് ഷഡ്ഭുജത്തിന്റെ ആകൃതിയാണെന്നാണ് പറയുന്നത്. അതുപോലെ 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടതാണ് ഇവ. ഈ കൽത്തൂണുകളൊക്കെ 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇത് നോക്കൂ, കോളംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത് കണ്ടോ. കോളംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത്. ഇതൊരു വിനോദസഞ്ചാരം കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകളെ കുറിച്ചിട്ട് ഇതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മള് ഗുജറാത്ത് തീരവും കൊങ്കൺ തീരവും പഠിച്ചു കഴിഞ്ഞു. ഇനി മലബാർ തീരത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ മലബാർ തീരം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം അവിടെ കംപ്ലീറ്റ് ആവും അല്ലെ? മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് 580 കിലോമീറ്റർ. നമ്മൾ കൊങ്കൺ തീരം പഠിച്ചപ്പോൾ എത്രയാ പറഞ്ഞത്? 500 ആണ് പറഞ്ഞല്ലേ? അപ്പോ കൊങ്കൺ തീരത്തേക്കാൾ വിസ്തൃതിയാണ് ആർക്ക്? മലബാർ തീരത്തിനുള്ളത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്.
കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചൂടെ? കൊങ്കൺ തീരത്തേക്കാൾ എന്താണ് വീതി കൂടുതലാണ് ഈ തീരത്തിന് കേട്ടോ. ക്ലിഫുകള്, കടൽസ്ഥം, അതൊക്കെ പൊതുവിധ എല്ലാവിടെയും കാണപ്പെടുന്നുണ്ട്. ബീച്ചും അഴിമുഖങ്ങളും ഇതൊക്കെ എവിടെയാണ്? എല്ലാത്തിലും തീരസമതലങ്ങളിൽ കാണപ്പെടാറുണ്ട് കേട്ടോ. അതേപോലെ സ്തംഭങ്ങള്, ബീച്ചുകള്, അഴിമുഖങ്ങള്, പൊഴികള് തുടങ്ങിയ നിരവധി തീരരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. അപ്പൊ എന്താണ് പൊഴി, എന്താണ് അഴിമുഖം, എന്താണ് ബീച്ച് എന്ന് പറയുന്നത്? ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പഠിക്കാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായൽ. മലബാർ തീരം പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടും അല്ലെ? വേമ്പനാട്ട് കായൽ ഇതില് ഒരു പ്രധാനമാണ്. ഇവിടുത്തെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച ജലഗതാഗതം സാധ്യമാക്കുന്നു. നമ്മൾ പഠിക്കും നമ്മുടെ ദേശീയ ജലഗതാഗതത്തിൽ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ജലഗതാഗത യോഗ്യം. ഏത് പറയും നമ്മൾ? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ പറയുമ്പോൾ തന്നെ നമ്മുടെ NW3 ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത് മലബാർ തീരത്തിന്റെ ഭാഗമായിട്ടാണ്. നോക്കൂ, വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്ന് കാണപ്പെടുന്നു. അതായത് ഈ മലബാർ തീരസമതലം വർക്കല, ഏഴിമല, ബേക്കൽ എന്നീ ഭാഗങ്ങളില് ഉയർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. മുഴുപ്പിലങ്ങാട് ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച്, ഇതൊക്കെ ഈ മലബാർ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. മുഴുപ്പിലങ്ങാട്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച് ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലബാർ തീരസമുദ്രം. ഇനിയുണ്ട് കേട്ടോ മലബാർ തീരസമുദ്രം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് മലബാർ തീരം. 580 കിലോമീറ്റർ ആണ് ദൈർഘ്യം. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ്. ബീച്ചുകളും സ്തംഭങ്ങളും അഴിമുഖങ്ങളും പൊഴികളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. വേമ്പനാട്ട് കായല്, ദേശീയ ജലപാത NW3, ഒരുപാട് കായലുകള്, തടാകങ്ങള്, ഓക്കെ, അതൊക്കെ കാണപ്പെടുന്നുണ്ട്. വർക്കല, ഏഴിമല, ബേപ്പൂർ ഭാഗത്തൊക്കെ, ബേക്കൽ ഭാഗത്തൊക്കെ ഉയർന്നിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. മുഴുപ്പിലങ്ങാട് ബീച്ചും ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച് ഇതിലൊക്കെ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. പൊതുവെ തീരപ്രദേശത്ത് തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. മലബാർ തീരസമതലത്തിന്റെ തീരപ്രദേശത്തൊക്കെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളും ഒക്കെ പ്രജനന കേന്ദ്രങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏത്? ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ കടലുണ്ടി, കുമരകം, പാതിരാമണൽ. പഠിച്ചോ? കടലുണ്ടി, കുമരകം, പാതിരാമണൽ. നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറകള്, നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അപ്പൊ നാഞ്ചിനാട്, കുട്ടനാട് എന്ന് പറയുന്നത് എന്താണ്? കോൾനിലങ്ങളാണ്. പഠിച്ചോ? നാഞ്ചിനാട്, കുട്ടനാടും കോൾനിലങ്ങളാണ്. പിന്നെ നെല്ലറകള്, നീണ്ടകര, കുട്ടനാട് എന്ന് പറയുന്നത് നെല്ലറയാണ് അല്ലേ? പിന്നെ നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ ഒക്കെ എന്താണ്? മത്സ്യബന്ധന തുറമുഖങ്ങളാണ് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? ഈ തീരപ്രദേശത്ത് സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറ് തീരസമതലത്തിന്റെ സ്ഥാനം, വ്യാപ്തി, ഉപവിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്തു അല്ലെ? അങ്ങനെ ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് പഠിക്കാം എന്നാണ് അവര് പറയുന്നത് കേട്ടോ. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സബ് ഡിവിഷൻസ് ആയ ഗുജറാത്ത് തീരസമതലവും കൊങ്കൺ തീരസമതലവും അതുപോലെ മലബാർ തീരസമതലത്തെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് പഠിച്ചു വന്നു. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് നോക്കാം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ 1840 എന്ന് പറഞ്ഞു. 1840 കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറഞ്ഞു. കിഴക്കൻ തീരസമതലം എത്തുമ്പോൾ 1800 കിലോമീറ്റർ ആണ്. കണ്ടോ? പക്ഷേ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഈ ലെസൺ വായിച്ചിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കാത്തവർ പറയുന്നത് എന്താണ്? അവിടെയാണല്ലോ കൂടുതൽ, ഇവിടെയാണോ കൂടുതൽ? ഇതിലുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ പറഞ്ഞില്ലേ 10 to 15 കിലോമീറ്റർ ആണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വീതി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നോക്കൂ, താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ്. അപ്പൊ ഈ 10നേക്കാളും 15 കിലോമീറ്ററിനേക്കാളും വീതി ഉണ്ട് ഏതിന്? കിഴക്കൻ തീരസമതലത്തിന് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ്. അപ്പോ പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്, കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്.
പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വീതി എന്ന് പറയുന്നത് 10 to 15 കിലോമീറ്റർ ആണ്. അപ്പൊ അതിൽ നിന്നും കൂടുതലാണ് ഏതിന്? കിഴക്കൻ തീരസമതലത്തിന് കേട്ടോ. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ മഹാനദി കേട്ടോ. മഹാനദി ഇവിടെ ഒരു പോയിന്റ് പഠിച്ചോ. ഇനി രണ്ടാമത്തെ പോയിന്റ് പഠിക്ക്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ഏതൊക്കെ നദിയുടെ ഭാഗമായിട്ടാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, ഉപദ്വീപീയ നദികളാണ് അല്ലെ. ഇതൊക്കെ ഏതാണ്? ഉപദ്വീപീയ നദികളാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മിസ്റ്റേക്ക് വരും. കാരണം ഉപദ്വീപീയ നദികളിൽ നമുക്ക് ഈ നദികളിൽ കൂടെ ഏത് വരാറുണ്ട്? നർമ്മദയും താപ്തിയും വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും നർമ്മദയും താപ്തിയും വായിച്ചോ? കാരണമില്ല. കാരണം ഈ നർമ്മദയും താപ്തിയും വന്നിട്ട് ബംഗാൾ ഉൾക്കടലിലാണോ പതിക്കുന്നത്? കിഴക്കോട്ടാണോ ചെന്ന് പതിക്കുന്നത്? അല്ല, പടിഞ്ഞാറ് ചെന്ന് പതിക്കുന്നതാണ് ഏത്? നർമ്മദയും താപ്തിയും എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന പടിഞ്ഞാറുള്ള തീരസമുദ്രമാണോ? അല്ല, കിഴക്കൻ തീരസമുദ്രമാണ് അല്ലെ. അപ്പൊ നർമ്മദയും താപ്തിയും ഒരിക്കലും ഉപദ്വീപീയ നദികളിൽ ഏതിൽ വരില്ല? കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരില്ല എന്നുള്ളത് അവിടെ കണക്ട് ചെയ്യണം. ചിലപ്പോൾ ഈ ഓപ്ഷനിൽ നർമ്മദ എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നാൽ നമ്മൾ അങ്ങോട്ട് വേഗം ചെയ്യും. കാരണം അതൊക്കെ ഉപദ്വീപീയ നദികളല്ലേ. ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ നർമ്മദയും താപ്തിയും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ അവ ചെന്ന് പതിക്കുന്നത് പടിഞ്ഞാറാണ്. അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ടാണ് അവിടെ ചെന്ന് പതിക്കുന്നത് അല്ലെ. ഇനി ഇത് ബംഗാൾ ഉൾക്കടലിൽ അല്ലെ. ബംഗാൾ ഉൾക്കടലില് നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി 4 നദികൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. കണ്ടോ? നമ്മൾ പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്. കിഴക്കൻ തീരസമതലം ഉയർത്തപ്പെട്ട തീരമാണ്. എന്താണ് ഉയർത്തപ്പെട്ട തീരം? പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞു അവതലനം, ഉദ്ധാനം അല്ലെ. ഉദ്ധാനം ഉയർത്തപ്പെട്ട തീരം. അപ്പൊ കരഭാഗം എന്തായിരിക്കും? ഉയർന്നിട്ടായിരിക്കും അല്ലെ. കരഭാഗം ഉയർന്നിട്ടാണ് അല്ലെ. അങ്ങനെ നമ്മൾ അവിടെ പഠിച്ചില്ല. അത് ഓർമ്മ വെക്കണം കേട്ടോ. അപ്പൊ കിഴക്കൻ തീരസമതലം ഉയർത്തപ്പെട്ട തീരമാണ്. പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. പഠിച്ചോ? ഇനി മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. പഠിച്ചല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് പഠിക്കുന്നത്. പൂർവ്വഘട്ടത്തിലും ബംഗാൾ ഉൾക്കടലിലും മധ്യ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ സമതലമാണ് കിഴക്കൻ തീരസമതലം. 1800 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ ഉപദ്വീപീയ നദികളായ കൃഷ്ണ, ഗോദാവരി, കാവേരി, മഹാനദി എന്നീ നദികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ടാണ് ഈ തീരസമതലം രൂപപ്പെട്ട് കിടക്കുന്നത്. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. പിന്നെ ഈ ഇത്രയും ഉപദ്വീപ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. പഠിച്ചോ? ഇനി കിഴക്കൻ തീരസമുദ്രത്തിന് 2 വിഭാഗങ്ങളുണ്ട് കേട്ടോ. കിഴക്കൻ തീരസമുദ്രത്തിന് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് വടക്കൻ സിർക്കാസ് തീരവും 2 ഏത് വരും? കോറമാൻഡലും വരും കേട്ടോ. 2 കോറമാൻഡൽ കേട്ടോ. അപ്പൊ നമ്മൾക്ക് ആദ്യം വടക്കൻ സിർക്കാർ തീരത്തെ കുറിച്ചിട്ട് പഠിക്കാം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാർ തീരം. ഒന്ന് പഠിച്ചോ? ഒറ്റ പോയിന്റ് പഠിച്ചോ? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാസ് തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, രണ്ടാമത്തെ പോയിന്റ് പഠിച്ചോ? ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശമാണ് ഇതില് ഉൾപ്പെടുന്നത്. ഈ വടക്കൻ സിർക്കാർ തീരം ഒഡീഷയിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്കൽ സമതലം എന്നാണ് കേട്ടോ. ഒഡീഷയില് വടക്കൻ സിർക്കാർ തീരം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്ന്, ആന്ധ്രാപ്രദേശിലെ ആന്ധ്ര സമതലം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മുഖ്യമായിട്ടും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതലം. മഹാനദി, ഗോദാവരി, കൃഷ്ണ കേട്ടോ. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. അപ്പൊ ഈ വടക്കൻ സിർക്കാർ തീരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള വടക്കൻ സിർക്കാർ തീരം അല്ലെങ്കിൽ ഒഡീഷയിൽ അറിയപ്പെടുന്നത് ഉത്കൽ സമതലം, ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം അല്ലെ. അപ്പൊ ഈ വടക്കൻ സിർക്കാസ് തീരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു
തടാകമാണ് ഏത്? ചിൽക്ക തടാകം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിച്ചു ഒഡീഷയിൽ നിന്നാണ് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒഡീഷയിൽ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഏതറിയണം? ചിൽക്ക തടാകം. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ചോദിച്ചൂടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ് ഇത് ചിൽക്ക തടാകം. അതുപോലെ ആന്ധ്രയിലെ കൊല്ലേരു തടാകം ട്ടോ കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകമാണ്. അപ്പൊ ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് തടാകങ്ങളാണ് ഒഡീഷയിലെ ചിൽക്ക തടാകവും ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകവും. ഓക്കെ, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. ഓക്കെ, പടിഞ്ഞാറൻ തീര സമതലത്തിൽ നമ്മളിപ്പോ അവിടെയൊക്കെ നേരത്തെ പഠിച്ചപ്പോ പടിഞ്ഞാറൻ തീര സമതലം കിഴക്കൻ തീര സമതലം പഠിച്ചപ്പോ പടിഞ്ഞാറൻ തീര സമതലത്തിലൊക്കെ കുറവാണ് പഠിച്ചു അല്ലെ. കിഴക്കൻ തീര സമതലത്തിലാണ് ഒക്കെ കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പോ ഈ പടിഞ്ഞാറൻ തീര സമതലത്തിൽ പക്ഷെ തുറമുഖങ്ങൾ കൂടുതലാണ് കേട്ടോ. കിഴക്കൻ തീര സമതലത്തിൽ തുറമുഖങ്ങൾ കുറവാണ് കേട്ടോ. വിശാഖപട്ടണം മസൂലിപട്ടണവുമാണ് കിഴക്കൻ തീര സമതലത്തിലുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അല്ലെ. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് കിഴക്കൻ തീര സമതലത്തിലെ രണ്ട് പ്രധാനപ്പെട്ട തുറമുഖങ്ങള്. അതുപോലെ ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകള് ഏതിന്റെ ഭാഗമാണ്? വടക്കൻ സിർക്കാസ് തീരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകള്, വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങള് ഇതൊക്കെയാണ് വടക്കൻ സിർക്കാസിന്റെ പ്രത്യേകത കേട്ടോ. ഇനി ശ്രദ്ധിക്കണം, കിഴക്കൻ തീരങ്ങളിൽ തുറമുഖങ്ങൾ കുറവാണ്. ഇനി നമുക്ക് കോറമാൻഡൽ തീരത്തെ കുറിച്ചിട്ട് നോക്കാം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കോറമാൻഡൽ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമ്മളൊന്നും നമ്മുടെ പകച്ചു നിൽക്കും അല്ലെ, പകച്ചു പോകും. നമ്മളെ കൃഷ്ണ നദിയാണോ മഹാനദിയാണോ എന്നൊക്കെ നമ്മൾ തെറ്റുപറ്റും, ശ്രദ്ധിക്കണം കേട്ടോ. കോറമാൻഡൽ കാ വെച്ചിട്ടുള്ള നദിയിൽ നിന്ന് ആലോചിക്കാം കേട്ടോ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാകുന്നു. കാരണം കോറമാൻഡൽ തീരസമതലത്തില് ഒരുപാട് നെൽകൃഷി ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ധാരാളം ഡെൽറ്റ എക്കൽ മണ്ണ് സമ്പുഷ്ടമാണ് എന്നാണ് പറയുന്നത്. കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് പുലിക്കട്ട് തടാകം ട്ടോ. കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട തടാകം ഏതാണ്? പുലിക്കട്ട് തടാകം. കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട തടാകമാണ് പുലിക്കട്ട് തടാകം ട്ടോ. അപ്പൊ പുലിക്ക് കോറ കൊടുത്തു എന്ന് കണക്കാക്കട്ടെ. പുലിക്ക് എന്ത് കൊടുത്തു? റാഗിട്ട് കോറ കൊടുത്തു എന്ന് കണക്കാക്കട്ടെ. പുലിക്കട്ട് തടാകം കോറമാൻഡൽ തീരത്താണ്. ഇനി പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുലിക്കെട്ട് തടാകം എവിടെയാണ്? കോറമാൻഡൽ തീരത്താണ്. പുലിക്ക് എന്ത് കൊടുത്തു? റാഗി കോറ കൊടുത്തു. മനസ്സിലാക്കണം കേട്ടോ. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമാർ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവനം, കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലങ്ങളിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പൊ കോറമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ്. പിന്നെ കാവേരി ഡെൽറ്റയും ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ഈ ഒരുപാട് ഡെൽറ്റ എക്കൽ മണ്ണുകൾ രൂപം കൊള്ളുന്നതിനാൽ ഇവിടെ നെൽകൃഷിക്ക് അനുയോജ്യമാണ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നുണ്ട്. പിച്ചാവാരം, കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒക്കെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കോറമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതയാണ്. പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ കേട്ടോ. നാഗപട്ടണം, കടലൂർ എന്നിവ മത്സ്യബന്ധന ഹാർബറുകളാണ്. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പൊ ചെന്നൈ തീരത്തെ മറീന ബീച്ച്, അതുപോലെ തന്നെ നാഗപട്ടണം, കടലൂർ മത്സ്യബന്ധന തുറമുഖങ്ങളൊക്കെ എവിടത്തെയാണ്? കോറമാൻഡൽ തീരത്തെയാണ്. ഇനി നമ്മുടെ ദ്വീപുകൾ എന്ന് പറയുമ്പോൾ നമുക്കിത് എവിടെ എങ്ങനെയുള്ള ദ്വീപുകളാണെന്ന് അറിയാം നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിപ്പോ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ദ്വീപുകൾ അങ്ങനെയുള്ള ദ്വീപുകളല്ല പറയുന്നത്. ആ ദ്വീപുകൾ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ തന്നെ ഉള്ളത്. ലക്ഷദ്വീപ്, ആൻഡമാൻ. അപ്പൊ തീരപ്രദേശത്താണ് അല്ലെ ലക്ഷദ്വീപ്, ആൻഡമാൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീരത്തോട് അടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട രണ്ട് ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടലിലാണ് അല്ലെ. അറബിക്കടലിലാണ്. ഇനി ഇവിടെ ഏത് വരും? ലക്ഷദ്വീപ് അല്ലാതെ ആൻഡമാൻ അല്ലെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അല്ലെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഏതിന്റെ ഭാഗമായിട്ടാണ്? ബംഗാൾ ഉൾക്കടൽ. രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
നോക്കൂ, അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങൾ ഏതെല്ലാം എന്ന് നമ്മൾ കണ്ടെത്തിയില്ലേ? ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും. അപ്പൊ നമുക്ക് ആദ്യം ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് നോക്കണം. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, എത്രയാണ്? 280 മുതൽ 480 കിലോമീറ്റർ വരെ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകള് പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ പവിഴപ്പുറ്റുകൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് കേട്ടോ. ഇനി 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ, അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ എത്ര ദ്വീപാണ്? 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഇതൊക്കെ പ്രീവിയസ് ആണ്, കവരത്തി ദ്വീപാണ് കേട്ടോ. അതേപോലെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ചോദിച്ചാൽ കവരത്തി, ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിലെ ഏറ്റവും വലുത് കേട്ടോ. ലക്ഷദ്വീപിലെ ഏറ്റവും വലുത് 36 ദ്വീപ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപാണ്. അതിൽ ഒരു ദ്വീപാണ് കവരത്തി ദ്വീപ്, അതാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കേട്ടോ. ഇനി പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. പവിഴപ്പുറ്റുകള്, ലഗൂണുകള്, അതുപോലെ പവിഴജന്യ മണൽ ബീച്ചുകൾ, ഇതൊക്കെ ഈ ലക്ഷദ്വീപിന്റെ പ്രത്യേകതകളാണ്. പിന്നെ മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴില്. ഈ ലക്ഷദ്വീപില് പ്രധാനമായിട്ടും ലഭിക്കുന്ന ഒരു മത്സ്യമാണ് ഇത് ചൂര കേട്ടോ. ചൂര മത്സ്യം കൂടുതൽ ലഭ്യമാകുന്ന എവിടെയാണ്? ലക്ഷദ്വീപിലാണ് കേട്ടോ. പിന്നെ അതുപോലെ മത്സ്യം എന്ത് ചെയ്യാണ്? സംസ്കരിച്ചിട്ട് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നം, ഇപ്പൊ മീൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാറില്ലേ, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് കണ്ടോ, ചൂര മത്സ്യം ഉണക്കിയെടുത്തിട്ടുണ്ടാകുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് പ്രധാനപ്പെട്ട ലക്ഷദ്വീപിലെ കാർഷിക വിള. കൊപ്ര നിർമ്മാണം, കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റു പരമ്പരാഗത തൊഴിൽ. പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ്. പക്ഷെ കാർഷിക വിളയായിട്ട് അവർ തെങ്ങ് കേട്ടോ, കൊപ്ര നിർമ്മാണം, കയർ നിർമ്മാണം ഒക്കെ ഇവിടുത്തെ എന്താണ്? അവരുടെ തൊഴിലുകളാണ്. ലഗൂണുകള്, ബീച്ചുകള്, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വിനോദസഞ്ചാരം അവിടെ വികസിച്ച് വരുന്നുണ്ട്. അതുപോലെ അതിൽ ഒരു ആധുനിക തൊഴിൽ വിനോദസഞ്ചാരം ഉൾപ്പെടുമ്പോൾ അവിടെ ആ വിനോദസഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തൊഴിലുകൾ പ്രവർത്തിക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആധുനിക ഒരു തൊഴിൽ മേഖലയും കൂടിയിട്ടാണ് ഏത് വിനോദസഞ്ചാരത്തിൽ ഉൾപ്പെടുന്നത്. ഇത് അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. സ്കൂബ ഡൈവിംഗ് കേട്ടോ. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരം വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ലക്ഷദ്വീപിൽ കാണപ്പെടുന്ന സാഹസിക വിനോദസഞ്ചാരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? സ്കൂബ ഡൈവിംഗ് ആണ് കേട്ടോ. സ്കൂബ ഡൈവിംഗ് കണ്ടോ. ലഗൂണുകൾ എന്താണ് നോക്കൂ. അഗത്തി ദ്വീപിന് ചുറ്റുമുള്ള ലഗൂൺ, അതായത് ഇത് അഗത്തി ദ്വീപാണ് ഈ പിക്ചറിൽ കാണപ്പെടുന്നത്. അതിന് ചുറ്റുമുള്ള ലഗൂണുകൾ കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ലഗൂൺ എന്ന് പറയുന്നത്? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയത്തെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ പവിഴദ്വീപുകൾ? നമ്മൾ പറഞ്ഞു അല്ലെ, പവിഴദ്വീപുകൾ പ്രസിദ്ധമാണ്, പവിഴപ്പുറ്റുകള് ഇതൊക്കെ എന്താണ്? ലക്ഷദ്വീപിന്റെ പ്രത്യേകതയാണ് പറഞ്ഞു. എന്താണ് ഈ പവിഴദ്വീപുകൾ എന്ന് പറയുന്നത്? നോക്കൂ, ലക്ഷദ്വീപിലെ ഒരു പവിഴപ്പുറ്റ് നോക്കൂ, പിക്ചർ കാണുന്നുണ്ടോ? കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. ഈ പവിഴപ്പുറ്റിന് രൂപം കൊള്ളുന്നതിന് കാരണമായ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. നമ്മൾ ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയില്ലേ, കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്ന ഒരു സൂക്ഷ്മ സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. ഈ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ അവിടെ സഹായിക്കുന്ന ഒരു സ്രവമാണ് ഏത്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടാൻ പെട്ടെന്നൊന്നും അത് എടുക്കില്ല, 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. നോക്കൂ, ജീവനുള്ള കോറൽ പൊളിപ്പുകൾ ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പവിഴപ്പുറ്റുകൾ കാണപ്പെടാറുണ്ട് കേട്ടോ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിലെ ലക്ഷദ്വീപിനെ കൂടാതെ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന മറ്റു പ്രദേശങ്ങളാണ് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പവിഴദ്വീപുകൾ കാണപ്പെടാറുണ്ട് കേട്ടോ. ലക്ഷദ്വീപിനെ കൂടാതെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലക്ഷദ്വീപിലാണ്. പക്ഷെ അതിൽ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലും തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാറിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഒക്കെ പവിഴദ്വീപുകൾ കാണപ്പെടുന്നുണ്ട്.
ഇനി ആൻഡമാൻ നിക്കോബാറുകൾ ദ്വീപുകൾ നോക്കാം. ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ. ലക്ഷദ്വീപ് എവിടെ പറഞ്ഞു? നമ്മൾ അറബിക്കടലിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. ഇനി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സ്ഥാനം നോക്കാം. ഇവ അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം എങ്ങനെയാണ്? എത്രയാണ്? 10 ഡിഗ്രി ചാനലാണ് കേട്ടോ. ആൻഡമാനെയും ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് എത്ര ഡിഗ്രി ചാനലാണ്? 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപ സമൂഹം, നിക്കോബാർ ദ്വീപ സമൂഹം, അങ്ങനെ ഓപ്ഷൻ 4 തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ആകും, ആൻഡമാനിലാണോ നിക്കോബാറിലാണോ എന്ന് കൺഫ്യൂഷൻ ആകും. അത് വരരുത്, നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ 38 ദ്വീപുകളിലാണ് അതില് ജനവാസമുള്ളത്. മൊത്തം എത്ര ദ്വീപുണ്ട്? 572. എത്രത്തിൽ ജനവാസം? 38 ജനവാസം. മിക്ക ദ്വീപുകളിലും തദ്ദേശീയമായിട്ടുള്ള ഗോത്ര ജനവിഭാഗങ്ങളാണ് അവിടെ അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഇതിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ട്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. ഏറ്റവും വടക്കേ അറ്റം എന്താണ്? ഇന്ദിരാക്കോൾ അല്ലെ. കിഴക്കേ അറ്റം നമ്മൾ ഏത് പറയും? ഗുഹാർ മോത്തി എന്ന് പറയും അല്ലെ. എന്താ കിബിത്തു എന്ന് പറയും അല്ലെ. പടിഞ്ഞാറ് ഭാഗം ഗുഹാർ മോത്തി എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 നമുക്കറിയാം സുനാമി ഉണ്ടായി അല്ലെ. 2004 എപ്പോഴാണ്? ഡിസംബർ മാസം 26 അല്ലെ. 2004 ഡിസംബർ 26 നമുക്ക് സുനാമി ഉണ്ടായി. അപ്പൊ ആ സുനാമി ഉണ്ടായ സമയത്തുണ്ടല്ലോ 4 മീറ്ററോളം കടലില് മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചിട്ട്. കണ്ടോ ഇവിടെ വേർതിരിക്കുന്നത് കണ്ടോ? 10 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നുണ്ടോ? ഇത് ഏത് ഭാഗമാണ്? ഇത് ആൻഡമാൻ ആണ്, ഇത് നിക്കോബാർ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഈ ആൻഡമാനെയും നിക്കോബാറേയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ. കണ്ടോ ആൻഡമാൻ ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കണ്ടോ? ആൻഡമാൻ ദ്വീപ്, സെന്റിനൽ ദ്വീപ്, നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ, പോർട്ട് ബ്ലെയർ, ലിറ്റിൽ ആൻഡമാൻ, പിന്നെ നിക്കോബാർ, കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഇന്ദിരാ പോയിന്റ്, ഗ്രേറ്റ്. അതാ നമ്മളിവിടെ പറിച്ചില്ലേ, ഇന്ത്യയുടെ തെക്കേറ്റമായി ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ദ ഗ്രേറ്റ് നിക്കോബാറിന്റെ ഭാഗമായിട്ടാണ്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകളൊക്കെ ഇവിടുത്തെ സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. കണ്ടോ സമുദ്ര കമാനം നോക്കേ, ആ സമുദ്രത്തിന് നോക്കൂ, ആ ഒരു കമാനം പോലെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് പോലെ. കണ്ടോ നെയിൽ ദ്വീപ്, കണ്ടോ സമുദ്ര കമാനം, നെയിൽ ദ്വീപാണ് ഇത്. നോർത്ത് ആൻഡമാനില് കേട്ടോ, നോർത്ത് ആൻഡമാനില്. ഇവിടെ ആൻഡമാൻ നിക്കോബാറിൽ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. മഴ ലഭിക്കുമ്പോൾ അറിയാം നിത്യഹരിത വനങ്ങൾ എപ്പോഴും തഴച്ചു വളർന്നു നിൽക്കും അല്ലേ. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകല്ല് ഗുഹകളും എല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാണ്. നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങൾ എവിടെയൊക്കെ? ഇനി നമുക്ക് തീരപ്രദേശങ്ങളിലെ ഭൂരൂപങ്ങൾ നോക്കാം കേട്ടോ. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്കുണ്ട് അല്ലെ. ഓരോരോ ഭൂരൂപങ്ങൾ നിൽക്കുന്നത് കാണാം അല്ലെ. അതായത് ഈ ഭൂരൂപങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്? കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ള വിവിധ ഭൂരൂപ രൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത്. കണ്ടോ ഇതിവിടെ ഒരു പിക്ചർ കണ്ടോ? സമുദ്ര ഗുഹ, സമുദ്ര കമാനം, സമുദ്ര സ്തംഭം. അപ്പൊ എന്താണ് ഈ സമുദ്ര ഗുഹ, എന്താണ് സമുദ്ര കമാനം, എന്താണ് സമുദ്ര സ്തംഭം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എന്താണ് ക്ലിഫുകള്? ക്ലിഫ് പറഞ്ഞിട്ട് പറയാം. എന്താണ് ഈ ക്ലിഫ് എന്ന് പറയുന്നത്? സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്ലിഫ്? ഇപ്പൊ സമുദ്ര ഭാഗത്ത് തീരം കണ്ടുണ്ട്, ആ തീരങ്ങൾ വന്നുകൊണ്ട് ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് അടിക്കില്ലേ. പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാല വന്ന് അടിക്കാറുണ്ട് അല്ലെ. അങ്ങനെ അടിക്കുന്ന സമയത്ത് തീരപ്രദേശത്തുള്ള ശിലകൾ എന്ത് ചെയ്യും? അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടും. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് ചെങ്കുത്തായിട്ടുള്ള കരഭാഗങ്ങളാണ് എന്ത് പറയുന്നത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ ഇവിടെ സമുദ്ര ഗുഹ കണ്ടോ, ഇതാണ്ടോ
ഈ സമുദ്ര ഗുഹ പോലെ അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശിലകളിൽ ചെറു ദ്വാരങ്ങൾ അല്ലെ, അങ്ങനെ പാറക്കെട്ടുകളിൽ വന്ന് ഇങ്ങനെ അടിച്ച് ആകുന്ന സമയത്ത് തീരപ്രദേശത്തുള്ള ശിലകളിൽ എന്ത് ചെയ്യും? ചെറു ദ്വാരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ കാലക്രമേണ വലുതായിട്ട് അത് എന്ത് ചെയ്യും? വലിയ ദ്വാരങ്ങളായിട്ട് മാറും. അപ്പൊ അതെന്താകും? ഒരു ഗുഹ പോലെയായിട്ട് മാറും അല്ലെ. അപ്പൊ അതാണ് ഈ സമുദ്ര ഗുഹ എന്ന് പറയുന്നത്. ഇനി സമുദ്ര കമാനം എന്താ പറയുന്നത്? സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗം. ഈ പിക്ചർ ഒന്ന് മനസ്സിലൊന്നും ഇങ്ങനെ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ, അതായത് ഇപ്പൊ സമുദ്രം അവിടെ എന്താണ്? എന്താണ്? ശിലകൾ ഉണ്ടാകും അല്ലെ, ഒരുപാട് ശിലകൾ ഉണ്ടാകും. ആ ശില എന്ത് ചെയ്യാണ്? തിരയുടെ കടലിന്റെ ഉള്ളിലേക്ക്, സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? തള്ളി നിൽക്കുകയാണ്. അപ്പൊ തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്ന് സമുദ്ര ഗുഹകള് രൂപപ്പെടുന്നു. അതായത് ഇപ്പൊ ഉള്ളിലേക്ക് പാറക്കഷ്ണങ്ങള്, ഈ ശിലകൾ തള്ളി നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നും തിര വന്നടിക്കും, ഈ ഭാഗത്തു നിന്നും, രണ്ട് ഭാഗത്തു നിന്നും അല്ലെ, അതിന്റെ പല ഭാഗങ്ങളിൽ നാനാ ഭാഗത്തും എന്ത് ചെയ്യാണ്? ഈ തിരമാലകൾ വന്ന് ഇടിക്കുകയാണ്. അപ്പോ ആ നാനാ ഭാഗത്തും തിരമാലകൾ വന്ന് ഇടിക്കുന്ന സമയത്ത് അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടി ചേർന്നിട്ട് അപ്പുറത്തും ആവും ഇപ്പുറത്തും ആവും അല്ലെ ദ്വാരങ്ങള്. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് ഭാഗത്തും അങ്ങനെ ഗുഹ പോലെയാവും അല്ലെ. അങ്ങനെ ആ ഇരു ഗുഹകളും ചേർന്നിട്ട് കമാന ആകൃതി കൈവരിക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു ആകൃതി കണ്ടോ? ഇതാ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്, സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് നിന്നും വന്ന് അടിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്ന് വന്ന് നിന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗത്ത് നിന്നും വന്ന് അടിക്കുമ്പോൾ എന്താണ്? ഇതൊരു കമാനം പോലെയായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ ഇതാണ് സമുദ്ര കമാനം. ഇനി എന്താണ് ഈ സമുദ്ര സ്തംഭം? ഇതിങ്ങനെ അടിച്ച് ഇത് അടിച്ചു. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ കണ്ടു, ഇത്രയും ആണ് അല്ലെ, ഇത്രയും വന്നിട്ട് ഇടിച്ചിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഇത്രയും എന്താണ്? ശിലകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇനി വർഷങ്ങളോളം ചെന്ന് അടിച്ചാകുമ്പോൾ ഇത് വിട്ടു വീഴും. ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇത് ഫുള്ളും ആവും അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്യും? ഇതിങ്ങോട്ട് വേറിട്ട് വരും അല്ലെ. വേറിട്ട് വന്നിട്ട് ഇങ്ങനെ ഈ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ചെന്നിട്ട് പതിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സമുദ്ര സ്തംഭം ഉണ്ടാകുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീർത്ത് നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാകുന്നു. അവയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണല്, ചരല് എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബീച്ച്? നമ്മൾ പറയാറുണ്ട് ബീച്ചിക്ക് പോവാ. ആ ബീച്ച് എങ്ങനെ രൂപം കൊള്ളുന്നത്? വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനം. അപ്പൊ വേലിയേറ്റം, വേലിയിറക്കം അത് മനസ്സിലാക്കണം കേട്ടോ. മണല്, ചരല് എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ലഗൂണുകൾ കണ്ടോ, മണൽനാക്ക്, പൊഴി, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ബീച്ച് കണ്ടോ, ബീച്ചുകളൊക്കെ രൂപം കൊള്ളുന്നത്. അതുപോലെ മണൽനാക്ക്, പൊഴികള്, കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ കേട്ടോ. കടൽ തീരത്തിന് സമാന്തരമായിട്ട് തിരമാലകൾ, കുറെ തിരമാലകൾ വന്ന് അടിച്ചിട്ട് നിക്ഷേപണം നടത്തൂല്ലേ അവിടെ, അങ്ങനെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന മണൽത്തിട്ടകളാണ് പൊഴി എന്ന് പറഞ്ഞത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ. നാക്ക് പോലെ മണൽ എന്ത് ചെയ്യണേ? ഒരു നാക്ക് പോലെ കണ്ടോ, ഇവിടെ ഇത് മണലിന്റെ കൂമ്പാരമാണ്. എന്നിട്ട് അതിൽ നിന്നും വേറിട്ട് ഒരു നാക്ക് പോലെ രൂപക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ ഇതാണ് എന്ത്? മണൽ. ഇനി നമുക്ക് തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ. എന്താണ് തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ? തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? കാരണം അവിടെ സമുദ്രത്തിന്റെ സാമീപ്യമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നല്ല ചൂടും ഉണ്ടാകില്ല, നല്ല രീതിയിൽ ശൈത്യവും ഉണ്ടാകാറില്ല. നോക്കൂ, മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സവിശേഷ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഏത് ഉൾപ്പെടുന്നത്? കാലാവസ്ഥ എന്ന് പറയുന്നത് തീരപ്രദേശങ്ങൾ അല്ലെ. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് ഉള്ളത്. അവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് അതിന് കാരണം കേട്ടോ. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത് എങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അത്യുഷ്ണമോ അതിശൈത്യമോ ഒന്നും അനുഭവപ്പെടാറില്ല, കാരണം സമുദ്ര സാമീപ്യമാണ്. കരയും കടലും വ്യത്യസ്തമായതാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് അല്ലെ. കര പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂട് പിടിക്കും അല്ലെ. കര പെട്ടെന്ന് ചൂട് പിടിക്കും. കടലിൽ പെട്ടെന്ന് ചൂട് പിടിക്കോ? ഇല്ല അല്ലെ. പെട്ടെന്ന് ചൂട് പിടിക്കില്ല. കര പെട്ടെന്ന് ചൂട് പിടിച്ചാലും വേഗത്തിൽ എന്ത് ചെയ്യും? തണുക്കും അല്ലെ. പക്ഷെ കടല് സാവധാനത്തിലെ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇനി എന്താണ് കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ, കടൽ പകൽ, കടല് പകൽ ഉണ്ടാകുന്നതാണ്. കരക്കാറ്റ് എപ്പോഴാണ്? രാത്രിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ കടൽക്കാറ്റും കരക്കാറ്റും അത് പഠിച്ചില്ലേ? കടൽ എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് ഉണ്ടാകുന്ന കാറ്റാണ്. കരക്കാറ്റ് എന്ന് പറയുമ്പോൾ രാത്രി ഉണ്ടാകുന്നതാണ്. അത് പഠിച്ചു വെക്കുക. അതുപോലെ കടൽക്കാറ്റ് എങ്ങനെ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? കടൽ, അതായത് എന്താ പറയാ, ഇപ്പൊ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഉച്ചമർദ്ദ മേഖലയുണ്ട് അല്ലെ. അപ്പൊ ഈ കടല്, ഉച്ചമർദ്ദ മേഖലയായ കടലിൽ നിന്നും, കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ കാറ്റ് എവിടെ നിന്ന് തന്നെ ആരംഭിക്കണം? കടലിൽ നിന്ന് തന്നെ ആരംഭിക്കണം കേട്ടോ. കടലിൽ നിന്നും കരയിലേക്ക്. കരക്കാറ്റ് എന്ന് പറയുമ്പോൾ കരയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കരക്കാറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? കരയിൽ നിന്നും കടലിലേക്ക് കേട്ടോ. അങ്ങനെ പഠിച്ചു വെക്കണം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കരവേഗം എന്ത് ചെയ്യും? ചൂട് പിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവും ആയിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ഉച്ചമർദ്ദം അല്ലെ, എപ്പോഴും നമുക്ക് മുകളിൽ നിന്നും താഴേക്കായിരിക്കും കാറ്റ് വീശുക അല്ലെ. താഴെ നിന്നും മുകളിലേക്ക് കാറ്റ് വീശുമോ? കാറ്റ് വീശില്ല അല്ലെ. ന്യൂനമർദ്ദ പ്രദേശം പറയുമ്പോൾ എന്തായിരിക്കും? താഴ്ന്ന പ്രദേശമായിരിക്കും. ഉച്ചമർദ്ദം പറയുമ്പോൾ ഉയർന്ന മേഖലയിലുള്ള പ്രദേശമായിരിക്കും. അപ്പോ ഈ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും അല്ലെ, ഹയസ്റ്റ് പ്രഷർ ആണ് അവിടെ അല്ലെ. അപ്പൊ ഉച്ചമർദ്ദമുള്ള കടൽക്കാറ്റാ പഠിക്കുന്നത്. കടൽക്കാറ്റ് പറയുമ്പോൾ എവിടെ നിന്നായിരിക്കണം? കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് ഇല്ലേ. അതേപോലെ നോക്കൂ, കരക്കാറ്റ് എപ്പോഴാണ്? രാത്രി കാലങ്ങളിൽ കരപ്രദേശത്തെ ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദവും ആയിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. കരക്കാറ്റ് എപ്പോൾ? രായല്ലേ? രാത്രി. കടല് പകലല്ലേ? പകൽ സമയത്ത്. കരക്കാറ്റ് പറയുമ്പോൾ ഉച്ചമർദ്ദ മേഖലയെ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക്. കടൽക്കാറ്റ് ഉച്ചമർദ്ദ മേഖലയായ കടലിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കരയിലേക്ക് കേട്ടോ. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ കേരളത്തിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഏറ്റവും വലിയ ഘടകമാണല്ലേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എന്താണ്? വടക്ക് കിഴക്കനാണ് അല്ലെ. ഇപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഇപ്പൊ നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് എവിടെയാണ്? ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കാലാവസ്ഥ പഠിക്കുന്നത് എവിടത്തെയാണ്? തീരപ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയാണ് പഠിക്കുന്നത് കേട്ടോ. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് എവിടെയായിരിക്കും? ദ്വീപുകളിലും തീരങ്ങളിലുമായിരിക്കും. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, അറബിക്കടലിലാണല്ലോ പഠിക്കണേട്ടോ, അത് ശ്രദ്ധിക്കണേ. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ നിന്നും പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ നിന്ന് എവിടെ കൂടുതൽ മഴ ലഭിക്കും? പടിഞ്ഞാറൻ തീരങ്ങളിൽ കേട്ടോ. തെക്കു പടിഞ്ഞാറൻ എന്നല്ലേ, അപ്പൊ പടിഞ്ഞാറൻ തീരങ്ങളിൽ ധാരാളം മഴ ലഭിക്കും. വടക്ക് കിഴക്കൻ മൺസൂൺ ആകുമ്പോൾ എവിടെ ലഭിക്കും? കിഴക്കൻ തീരങ്ങളിൽ കൂടുതലായിട്ട് മഴ ലഭിക്കും. ആ ബാക്കിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാകുമ്പോൾ പടിഞ്ഞാറൻ തീരത്ത്, വടക്ക് കിഴക്കനാകുമ്പോൾ കിഴക്കൻ തീരത്ത് ധാരാളം മഴ ലഭിക്കും. ഇനി തീരപ്രദേശങ്ങളിലുള്ള മണ്ണിന്റെ പ്രത്യേകത നോക്കാം. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപ മണ്ണാണ്. മണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? തീരപ്രദേശത്ത് മണ്ണ് എന്ന് പറയുമ്പോൾ ഈ ഉപദ്വീപ് നദികളും ഹിമാലയൻ നദികളും ഒക്കെ വഹിച്ച് എന്ത് ചെയ്യും? അപരദന തീവ്രതകൾ മൂലം ഇങ്ങനെ കുറെ ഒഴുക്കി താഴെ തീരപ്രദേശങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് അല്ലേ ചെയ്യേ. അങ്ങനെ അവിടെ ഓരോ ഭാഗത്തും എന്ത് ചെയ്യണം? ഓരോരോ മണ്ണുകൾ രൂപപ്പെടും അല്ലേ. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റുമണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണല്ലേ ഒരുപാട് മണ്ണിന് ഒഴുകിക്കൊണ്ടുവരുന്നത്. അപ്പോ ഈ പടിഞ്ഞാറൻ തീരസമതലങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ തീരത്താണ് കൂടുതൽ മഴ ലഭിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ പടിഞ്ഞാറൻ തീരങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത കളിമണ്ണ്, ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും ഏതാണ്? എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത് കേട്ടോ. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണോ കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട് കേട്ടോ.
ഇനി ഗുജറാത്ത് തീരപ്രദേശം, കൊങ്കൺ, മലബാർ, കിഴക്കൻ തീരപ്രദേശം, ലക്ഷദ്വീപ്, ആൻഡമാനിലൊക്കെ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്ത് തീരപ്രദേശത്തിലെ കറുത്ത മണ്ണും തീരദേശ എക്കൽ മണ്ണ്. പോസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. ഞാൻ വെറുതെ വായിച്ചിട്ട് ഇടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ മലബാർ തീരത്തേക്ക് ഏത് മണ്ണാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഗുജറാത്ത് തീരപ്രദേശത്ത് ഏതാണ്? കറുത്ത മണ്ണ്. തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. കൊങ്കൺ തീരപ്രദേശത്തിലെ കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണ്. മലബാർ തീരപ്രദേശം ആകുമ്പോൾ എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ്. കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്. ലക്ഷദ്വീപിൽ പവിഴ മണൽ മണ്ണ്. ആൻഡമാൻ നിക്കോബാറിൽ സമുദ്രജന്യ മണൽ മണ്ണ്, എക്കൽ മണ്ണ്. ഓക്കെ, ഇനി അതേപോലെ തീരപ്രദേശത്തുള്ള സസ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. വരണ്ട തീരദേശ സസ്യങ്ങളുണ്ട്, ആർദ്ര തീര സസ്യങ്ങളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ വരണ്ട എന്ന് പറയുമ്പോൾ തന്നെ ആ ചെടികളൊക്കെ എങ്ങനെയായിരിക്കും? ഒരു ഡ്രൈഡ് ആയിരിക്കും അല്ലെ. അതുപോലെ ആർദ്രം പറയുമ്പോൾ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു സസ്യങ്ങളായിരിക്കും. ഇപ്പൊ വരണ്ട തീരദേശ സസ്യങ്ങൾ പറയുമ്പോൾ നോക്കൂ, തീര മണൽ പരപ്പുകളിലെ സസ്യങ്ങൾ. തീര മണൽ പരപ്പുകളിലൊക്കെ സസ്യങ്ങൾ എങ്ങനെ ഉണ്ടാകും? നല്ല പുഷ്ടിയോട് കൂടിയിട്ട് നിൽക്കുവോ? ഇല്ല അല്ലെ. അതുപോലെ തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങൾ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അതൊക്കെ എന്താണ്? കണ്ടോ, തീര മണൽ പരപ്പുകളിലും പാറക്കെട്ടുകളിലുള്ള സസ്യങ്ങളൊക്കെ എന്തായിരിക്കും? വരണ്ട തീരദേശ സസ്യങ്ങളായിരിക്കും. പക്ഷെ ആർദ്രം പറയുമ്പോൾ നോക്കൂ, കണ്ടൽക്കാടുകള്, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങള്, കടൽപ്പായലൊക്കെ എന്ന് പറയുമ്പോൾ അതറിയില്ല എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന്. കടൽ സസ്യങ്ങൾ അതൊക്കെ നല്ല എന്തായിരിക്കും? നല്ല ഗ്രീൻ ആയിരിക്കും അല്ലെ. അതുപോലെ കോറൽ സസ്യങ്ങളൊക്കെ എന്താണ്? ആർദ്ര തീര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായിട്ട് കൃഷിഭൂമികളായിട്ട് ഇപ്പൊ മാറ്റപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ എന്താണ്? തീരദേശ സസ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ കൃഷിഭൂമികളായിട്ട് അവര് ഒരുപാട് മാറ്റപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവിക സസ്യജലങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർ പറയുന്നത് തെങ്ങും, വാഴ, നെല്ല്, പച്ചക്കറികളൊക്കെ കാർഷിക വിളകൾ തീരപ്രദേശത്ത് കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ നമുക്ക് കണ്ടൽക്കാടുകൾ, നമ്മുടെ തീരപ്രദേശങ്ങളുടെ ആണെങ്കിലും ഒക്കെ ശ്വാസകോശമാണ് അല്ലെ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണ ജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ. 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് എന്തുണ്ട്? കണ്ടൽക്കാടുകളുണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ആണ് കേട്ടോ. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ് കേട്ടോ. പഠിച്ചോ. അതുപോലെ ഈ കണ്ടൽ സസ്യങ്ങളെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വിവിധ മത്സ്യങ്ങളുടെയും അതുപോലെ ജലജീവികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ് ഇത് ഈ കണ്ടൽ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ജീവി വർഗങ്ങൾക്കൊക്കെ ആവാസ കേന്ദ്രമാണ്. പിന്നെ കണ്ടൽക്കാടുകള് എന്താണ്? ഈ ചുഴലിക്കാറ്റ്, സുനാമി ഇതുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്നൊക്കെ തീരദേശത്തെയും ജനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് കേട്ടോ. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് കണ്ടലുകള്. എപ്പോഴാണ് അന്താരാഷ്ട്ര കണ്ടൽ ദിനം? നോട്ട് ചെയ്തോട്ടോ, കാരണം ഇതിലൊക്കെ ഉള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26 കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഏക കണ്ടൽക്കാട് എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ണൂരിലുള്ള, കണ്ടോ, കണ്ണൂരിൽ കേട്ടോ. അതാണ് കണ്ടൽക്കാട്. കണ്ടോ പിക്ചർ കണ്ടോ നിങ്ങൾ? കണ്ണൂരിലുള്ളതാണ്. ധർമ്മടത്താണ് കേട്ടോ കണ്ടൽക്കാട്. ധർമ്മടം. ധാതുക്കളും തീരദേശ മണലില് കാണപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറ, ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പൊ കരിമണൽ നിക്ഷേപം കൊല്ലം ജില്ലയിലെ ചവറയിലുണ്ട്. ഒഡീഷയിലും തമിഴ്നാട്ടിലെ തീരങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? കരിമണൽ കാണപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ തീരപ്രദേശങ്ങളിലുള്ള ജനസംഖ്യയും ജനജീവിതം? അവിടെയുള്ള ജനസംഖ്യ കുറവാണോ, ജനസംഖ്യ കൂടുതലാണോ, അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം എന്താണ്? ഓക്കെ, ഇനി കുറച്ചേ ഉള്ളൂ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രമാണ്. അവിടെ നിറയെ ജനങ്ങൾ, തീരപ്രദേശങ്ങളില് ഒരുപാട് ജനങ്ങളും ജനസാന്ദ്രതയും കൂടുതലാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവരവിടെ കൂടുതലായിട്ട് ജനവാസം കൂടുതലായി? എന്തുകൊണ്ടാണ് ഈ തീരപ്രദേശങ്ങളിൽ ജനനിബിഡമാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടുതലാണ് എന്ന് പറയാൻ കാരണം തീരപ്രദേശങ്ങൾ പറയുമ്പോൾ അവിടെ നല്ല കാലാവസ്ഥയായിരിക്കും അല്ലെ. കൃഷിക്കും ഗതാഗത വികസനത്തിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സമതല ഭൂപ്രകൃതി ആയിരിക്കും. കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകളൊക്കെ എന്തുണ്ട്? തീരപ്രദേശങ്ങളിലുണ്ട്. അതുപോലെ ധാരാളം ജലം ലഭിക്കും, ധാതുക്കളുടെ നിക്ഷേപമുണ്ട്, വ്യവസായം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെ 4 മെട്രോ എപ്പോഴും ചോദിക്കേണ്ടത്, ഇന്ത്യയിലെ 4 മെട്രോ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, പിന്നെ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. പഠിച്ചോട്ടാ. മുംബൈ, ചെന്നൈ,
കൊൽക്കത്ത, ഡൽഹി. ഇതാണ് ഇന്ത്യയിലെ 4 മെട്രോ നഗരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഡൽഹി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ചെന്നൈ ആണെങ്കിലും കൊൽക്കത്ത ആണെങ്കിലും മുംബൈ ആണെങ്കിലും ഒക്കെ തീരസമതലങ്ങളിലാണ് എന്ത് ചെയ്തത്, വികസിച്ചത് വന്നത്. ഇപ്പൊ നമ്മൾ മെട്രോ 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 നഗരം 4 പണ്ട് ഹൈദിൽ പറയുന്നുണ്ട് അല്ലെ. പക്ഷേ ഡൽഹി ഒഴിച്ചിട്ട് മറ്റു 3 മുംബൈ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും കൊൽക്കത്ത ഒക്കെ തീരസമതലങ്ങളിലൂടെയാണ് ഈ മെട്രോ നഗരമായിട്ട് വികസിച്ച് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതായത് ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത എന്നാണ് പറയുന്നത്. പക്ഷെ ആൻഡമാൻ നിക്കോബാറിൽ ജനസാന്ദ്രത കുറവാണ് കേട്ടോ. അപ്പൊ ദേശീയ ശരാശരി ചോദ്യങ്ങൾ വരും, നിങ്ങൾ പഠിച്ചോ. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. ജനസാന്ദ്രത കുറവ് ആൻഡമാനിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. ഇനി ഇവിടെ അവർക്ക് എങ്ങനെയാണ് അവർ സാമ്പത്തികമായിട്ട് അവരെങ്ങനെയാണ് ഒരു എക്കണോമിക് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരെങ്ങനെയാണ് സാമ്പത്തികം നേടിയെടുക്കുന്നത് എന്നാണ് ചോദ്യം. കൃഷിയിലൂടെ ചെയ്യും. മത്സ്യബന്ധനം, ഇതൊക്കെയാണ് തീരദേശ ജനതയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ അതിൽ കൂടാതെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ചെയ്യും. കപ്പൽ നിർമ്മാണം, മത്സ്യങ്ങളെ സംസ്കരിച്ചിട്ടുള്ളത്, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളൊക്കെ എന്തുണ്ട്, തീരദേശത്തുണ്ട് കേട്ടോ. അതുപോലെ ഏറെ സാധ്യതകൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം അല്ലെ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ നമ്മൾ പറയും നമുക്ക് ബീച്ചിലേക്ക് പോവുക, തീരത്ത് പോവുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം അതൊക്കെ എന്താണ്, ഒരു വിനോദസഞ്ചാരം. അവിടെ എന്താണ്, വരുമാനം വർദ്ധിപ്പിക്കുകയാണ് അല്ലെ അതിന്. അതുപോലെ തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ എന്താണ്, ഇൻഡസ്ട്രിയിൽ തുറമുഖങ്ങൾ വഴിയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പെടുന്നവയാണ്. ഇനി കുറെ വെല്ലുവിളികളുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവർക്ക് എന്താണ്, എന്തിനും ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അവിടുത്തെ നല്ല കാലാവസ്ഥയും ജലലഭ്യതയും കൃഷി വ്യവസായം ഒക്കെ അനുകൂല ഘടകങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും എന്താണ്, ഒരുപാട് വെല്ലുവിളി നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ്, കടൽ സംബന്ധമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങള്, പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായിട്ട് ജലനിരപ്പ് എന്ത് ചെയ്യും, ഉയരും അല്ലെ. കടൽക്ഷോഭം, തീരം കടലെടുക്കുന്നത്, ഇതൊക്കെ എന്താണ്, ജനജീവിതം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പൊ എന്താണ്, എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥ പറയുമ്പോൾ തന്നെ മുൻകരുതലുകൾ പറയാറുണ്ട്. ഇപ്പൊ സർക്കാർ അതിനൊക്കെ നമ്മളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ ഇപ്പോഴുണ്ട്. എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് മുൻകൂട്ടിയിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, നമ്മുടെ ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിനെതിരെയൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനങ്ങൾ സാധ്യമാക്കാനും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളി ഇതേപോലുള്ള ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മുൻകരുതലും ഒക്കെ എടുത്തു വരുന്നുണ്ടെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യോ? ഇപ്പൊ പഠിച്ചപ്പോ ലാസ്റ്റ് ഒരു അവിയൽ പരുവോ ആയോ? ഈശ്വരാ, ഈ ലെസണിൽ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് എന്തായാലും വായിച്ചപ്പോ ഒന്ന് കിളി പോയി. കാരണം ഇത്രയും പോയിന്റ് ഇതിൽ കൂടുതൽ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ തന്നെ സമയം 1:05. ഇനിയിപ്പോ റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവുമോ? റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, അയ്യോ ഇത്രയും വലിയ ക്ലാസ് ആയി, 2 ക്ലാസ് ഇട്ടൂടെ, 3 ക്ലാസ് ഇട്ടൂടെ എന്നൊക്കെ പറയും. എന്നിട്ട് ചീത്ത പറഞ്ഞിട്ടാണ്. നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? ഒന്ന് ഓർത്തിട്ട് ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കേട്ടുകൊണ്ടിരിക്കുവോ? ഓക്കെ, ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നമ്മൾ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം തന്നെ നമ്മൾ ആദ്യം പഠിച്ചു. എത്രയാ പഠിച്ചു? 7500. ഞാൻ എഴുതാനൊന്നും നിൽക്കില്ല, പറഞ്ഞു കേൾക്കുക. നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. ഒപ്പം പറഞ്ഞു വരണം കേട്ടോ. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം നമ്മൾ എത്ര പറഞ്ഞു? 7517 കിലോമീറ്റർ. ഏതൊക്കെ ദ്വീപുകളെയും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. നമ്മൾ ആദ്യം ആരെ കുറിച്ച് പഠിച്ചു? ഫസ്റ്റ് ഏതാ നമ്മൾ പഠിച്ചത്? സ്പീഡ് കൂടുതലായിരിക്കും കേട്ടോ. സ്പീഡ് കൂടുതലായിരിക്കും. പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പഠിച്ചു അല്ലെ. ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പറഞ്ഞു? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു. ഗുജറാത്തിലെ കച്ച് മുതൽ എവിടെയാണ്, കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. 1840 കിലോമീറ്റർ ആണ് നീളം എന്ന് പറഞ്ഞു. അതുപോലെ 10 to 15 കിലോമീറ്റർ ആണ് വീതി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ താഴ്ത്തപ്പെട്ട തീരമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെ. താഴ്ത്തപ്പെട്ട തീരമാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നദീ നിക്ഷേപങ്ങൾ ഇവിടെ കുറവായിരിക്കും. എന്താണ്? നദികളുടെ നിക്ഷേപങ്ങൾ ഇവിടെ എന്താണ്? കുറവായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഇതിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 ഭാഗങ്ങള്? ഗുജറാത്ത് തീരം, പിന്നെ
ഗുജറാത്ത് തീരം, കൊങ്കൺ അല്ലെ, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, പിന്നെ ഏതാണ് മലബാർ തീരം, 3 പറഞ്ഞു. ഗുജറാത്ത് തീരത്തെ കുറിച്ച് അതേപോലെ തന്നെ ഇവിടെ ഒന്നും കൂടി പഠിക്കണം. പടിഞ്ഞാറൻ തീര സമതലം എന്ന് പറയുന്നത് താഴ്ത്തപ്പെട്ട തീരമാണ് അല്ലെ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, താഴ്ത്തപ്പെട്ട തീരമാണ് അല്ലെ. ഇനി എന്താണ് ഗുജറാത്ത് തീര സമതലത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുജറാത്ത് തീര സമതലത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? എന്താണ് റാൻ ഓഫ് കച്ച് അല്ലെ, റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശവും ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറഞ്ഞു? ഗുജറാത്ത് തീര സമതലം എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സബർമതി, മാഹി അല്ലെ, സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ ഒക്കെ നിക്ഷേപണ ഫലമായിട്ടാണ്. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ, ഇതൊക്കെ എന്ത് സവിശേഷതകളാണ് പറഞ്ഞു? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ആലാങ് കടൽ തീരം, പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര, മത്സ്യബന്ധന ഹാർബറായ വെരാവല്, അതുപോലെ ദണ്ഡി കടപ്പുറം, നിരവധി ഉപ്പുപാടങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഗുജറാത്ത് തീര സമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൊങ്കൺ തീരത്തെ കുറിച്ച് പഠിച്ചു അല്ലെ. എന്താണ് കൊങ്കൺ തീരം പറയുന്നത്? ഗുജറാത്ത് തീര സമുദ്രത്തിന് തെക്ക് ഭാഗത്തായിട്ട് ദാമൻ ആൻഡ് ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. എത്രയാണ് വിസ്തൃതി പറഞ്ഞത്? 500 കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറഞ്ഞത്. പശ്ചിമഘട്ട നിലമേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഇടുങ്ങിയ തീരപ്രദേശമാണ് എന്ന് പറഞ്ഞു അല്ലെ, ഗുജറാത്ത് കൊങ്കൺ തീരപ്രദേശം. അതുപോലെ തന്നെ വടക്കു ഭാഗം മണൽ നിറഞ്ഞതാണ്, തെക്കു ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതാണ്, ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഉയർന്ന മഴ അല്ലെ, കൊങ്കൺ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന മഴ ലഭ്യമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? പ്രകൃതിദത്ത തുറമുഖങ്ങളായിട്ടുള്ള നാവശേവ പഠിച്ചില്ലേ? കൊങ്കൺ തീരത്തല്ലേ നാവശേവ, മോർമുഗുവ അല്ലെ, മോർമുഗുവ. പിന്നെ മത്സ്യബന്ധന ഹാർബർ, നമ്മൾ പറഞ്ഞ അർജുനായിട്ട് ബന്ധപ്പെട്ട് ഈശ്വർ മാൽപേ പറഞ്ഞില്ലേ, മാൽപേ മത്സ്യബന്ധന ഹാർബർ. പിന്നെ കപ്പൽ നിർമ്മാണശാലകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങളൊക്കെ കൊങ്കൺ തീരത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് റാൻ ഓഫ് കച്ചിനെ കുറിച്ചിട്ട് പഠിച്ചു അല്ലെ. പിന്നെ റാൻ ഓഫ് കച്ച്, എന്തൊക്കെ റാൻ ഓഫ് കച്ചിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്? ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ലവണ ജല ചതുപ്പ് നിലമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ പറഞ്ഞു റാൻ ഓഫ് കച്ചിനെ കുറിച്ചിട്ട്? റാൻ എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞത്? റാനിന്റെ അർത്ഥം എന്താണ്? മരുഭൂമി എന്നാണ് അല്ലെ, ഗുജറാത്തി ഭാഷയിൽ എന്ന് പറഞ്ഞു. മഴക്കാലങ്ങളിൽ എന്ത് ചെയ്യും? വെള്ളക്കെട്ടായിട്ട് രൂപപ്പെടും, മഴയില്ലാത്ത സമയത്ത് വരണ്ട പ്രദേശങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വെളുത്ത ഉപ്പുമണൽ അല്ലെ, വെളുത്ത ഉപ്പുമണലാണ് എവിടെ കാണപ്പെടുന്നത്? റാൻ ഓഫ് കച്ചിൽ കാണപ്പെടുന്നത്. എത്രയാണ് റാൻ ഓഫ് കച്ചിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ? 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എന്ന് പറഞ്ഞു. രണ്ട് ഭാഗങ്ങളുടെ ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ മഴ അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അല്ലെ. റാൻ ഉത്സവം നടക്കുന്നത് എപ്പോഴാണ്? നവംബർ മുതൽ ഏതുവരെയാണ്? ഫെബ്രുവരി മാസം വരെ അല്ലെ, നവംബർ മുതൽ ഫെബ്രുവരി മാസം വരെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് സെന്റ് മേരീസ് ദ്വീപിനെ കുറിച്ച് പഠിച്ചില്ലേ? സെന്റ് മേരീസ് ദ്വീപ് പഠിച്ചത് ഓർമ്മയില്ല, അയ്യോ ഞങ്ങൾ എപ്പോ പഠിച്ചു? സെന്റ് മേരീസ് ദ്വീപ്. ഓക്കെ, സെന്റ് മേരീസ് ദ്വീപ് എന്തൊക്കെ പഠിച്ചു? സെന്റ് മേരീസ് ദ്വീപ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ അല്ലെ, കർണാടക ജില്ലയിലെ ഉടുപ്പി ജില്ലയിൽ ഏതിൽ നിന്നും മാറിയിട്ടാണ്? മാൽപേ തീരത്തിൽ നിന്നും മാറിയിട്ടാണ് ഏത് ചെയ്യുന്നത്? സെന്റ് മേരീസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജനവാസമില്ല. ജനവാസം ഉണ്ടോ? ഇല്ല. ഷഡ്ഭുജാകൃതിയിലുള്ള കടൽ തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് സെന്റ് മേരീസ് ദ്വീപിൽ കാണപ്പെടുന്നത്. എത്ര ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്? 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലാവ തണുത്തുണ്ടായതാണ് ഏത്? ഈ സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോളംനാർ ജോയിന്റ്സ് എന്ന ജിയോളജിയ ശിലാമാതൃകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയിട്ടാണ് ഏത്? സെന്റ് മേരീസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മലബാർ തീരത്തെ കുറിച്ച് പഠിച്ചു. മലബാർ തീരം അല്ലെ, മലബാർ തീരത്തെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? മലബാർ തീരത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ അല്ലെ, മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയാണ്. എത്രയാണ് ദൈർഘ്യം പറഞ്ഞത്? 580 കിലോമീറ്റർ ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. പിന്നെ ക്ലിഫുകൾ, ബീച്ചുകൾ, പൊഴികൾ ഒക്കെ കാണപ്പെടുന്നുണ്ട്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് അല്ലെ. മലബാർ തീരസമതലം പറഞ്ഞു, വേമ്പനാട്ട് കായല്, അതുപോലെ NW3 നമ്മുടെ ദേശീയ ജലപാത NW3, പിന്നെ വർക്കല, ഏഴിമല, ബേക്കൽ അല്ലെ, വർക്കല, ഏഴിമല, ബേക്കൽ ഭാഗത്തൊക്കെ മലബാർ തീര സമതലം ഉയർന്നു കാണപ്പെടുന്നുണ്ട് പറഞ്ഞു. മുഴുപ്പിലങ്ങാട് ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച്, തണ്ണീർത്തടങ്ങള്, കായലുകള്, കടലുണ്ടി പക്ഷി സങ്കേതം, കുമരകം പക്ഷി സങ്കേതം, പാതിരാമണൽ പക്ഷി സങ്കേതങ്ങളിലൊക്കെ അല്ലെ കാണപ്പെടുന്നുണ്ട്. നാഞ്ചിനാട്, കുട്ടനാട്, കോളനിലങ്ങള്, നെല്ലറുകള്, നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂര് മത്സ്യബന്ധന ഹാർബറുകളൊക്കെ മലബാർ തീര സമതലത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ അങ്ങനെ കിഴക്കൻ തീര സമതലത്തിലേക്ക് ഞാൻ എഴുതുന്നില്ല കേട്ടോ, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കിഴക്കൻ തീര സമതലത്തെ കുറിച്ച് എന്താണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വീതി കൂടിയ തീരസമതലമാണ്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ അല്ലെ, മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 1800 കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറഞ്ഞു. ഉപദ്വീപ നദികളായ കൃഷ്ണ, ഗോദാവരി, കാവേരി, മഹാനദി ഒക്കെ വഹിച്ചു കൊണ്ടുവരുന്ന ഡെൽറ്റകൾ രൂപപ്പെട്ടിട്ടാണ് കിഴക്കൻ തീര സമതലം രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ
രണ്ട് വിഭാഗങ്ങളുണ്ട്. കിഴക്കൻ തീരസമതലത്തിന്റെ രണ്ട് വിഭാഗങ്ങൾ, വടക്കൻ സിർക്കാസും കോറമാൻഡൽ തീരം പറഞ്ഞു. അതിൽ വടക്കൻ സിർക്കാസിനെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളുടെ തീരദേശത്താണ്. ഒഡീഷയിൽ ഉത്തര തീരസമതലം എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശ് എന്താ അറിയപ്പെടുന്നത്? ആന്ധ്രാ സമതലം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകം, ഇതൊക്കെ വടക്കൻ സിർക്കാസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ കിഴക്കൻ തീരത്ത് എന്ത് കുറവാണ്? തുറമുഖങ്ങൾ കുറവാണ് കേട്ടോ. കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. പിന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ വിശാഖപട്ടണവും മസൂലിപട്ടണവും കിഴക്കൻ തീരത്താണ്. നെല്ലറയായിട്ടുള്ള ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി, അതുപോലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ വിശാഖപട്ടണം, മസൂലിപട്ടണം ഒക്കെ വടക്കൻ സിർക്കാസിന്റെ ഭാഗമാണ്. പിന്നെ കോറമാൻഡൽ തീരത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചോ? കൃഷ്ണ നദി മുതൽ ഡെൽറ്റ പ്രദേശം വരെ അല്ലെ, കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ നെൽകൃഷിക്ക് അനുയോജ്യമാണ് അല്ലെ. കോറമാൻഡൽ തീരം എന്താണ്? ധാരാളം മഴ ലഭിക്കുന്നു അല്ലെ. ഡെൽറ്റ എക്കൽ മണ്ണ് അല്ലെ, ധാരാളം മഴയല്ല, ഡെൽറ്റ എക്കൽ മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? കോറമാൻഡൽ തീരത്താണ്. അതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിഴക്കൻ തീരസമുദ്രത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു? അല്ല, കോറമാൻഡൽ തീരത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ പുലിക്കെട്ട് തടാകം നമ്മൾ പറഞ്ഞില്ലേ, പുലിക്ക് എന്ത് കൊടുക്കും? പുലിക്ക് എന്ത് കൊടുക്കും നമ്മൾ പറഞ്ഞു അല്ലെ. പുലിക്കെട്ട് തടാകം തീരത്താണ്. ഏതാണ്? കോറമാൻഡൽ തീരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പുലിക്കെട്ട് തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം, പിച്ചാവാരം, കണ്ടൽക്കാട്, ഇതൊക്കെ എന്താണ്? കോറമാൻഡലിന്റെ തീരത്താണ് കേട്ടോ. കോറമാൻഡൽ തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം, പിച്ചാവാരം, കണ്ടൽക്കാട്. പിന്നെ മത്സ്യബന്ധന ഹാർബറുകൾ നാഗപട്ടണം, കടലൂർ അല്ലെ. നാഗപട്ടണം, കടലൂരൊക്കെ എന്താണ്? മത്സ്യബന്ധന ഹാർബറുകളാണ്. പിന്നെ ചെന്നൈ തീരത്തെ മറീന ബീച്ച്, ഇതൊക്കെ കോറമാൻഡൽ തീരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ അങ്ങനെ ദ്വീപുകൾ പഠിച്ചു. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ പറഞ്ഞു. ലക്ഷദ്വീപ് പറയുമ്പോൾ അറബിക്കടലിന്റെ ഭാഗമായിട്ടാണ്, ആൻഡമാൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അതിൽ ലക്ഷദ്വീപുകളെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? കേരള തീരത്തിൽ നിന്നും എത്ര കിലോമീറ്ററിലാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? കേരള തീരത്തിൽ നിന്നും 280 to 480 കിലോമീറ്റർ അകലെയായിട്ട് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ 36 ദ്വീപുകളുണ്ട്. 10 ദ്വീപുകളിൽ ജനവാസം പറഞ്ഞു. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ് പറഞ്ഞു. പവിഴജന്യ മണല്, ബീച്ചുകൾ, ലഗൂണുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനമാണെന്ന് പറഞ്ഞു. അവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യം ചൂരയാണെന്ന് പറഞ്ഞു. കാർഷിക വിള തെങ്ങാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ കയർ നിർമ്മാണം, കൊപ്ര നിർമ്മാണം ഒക്കെ ഉണ്ട് പഠിച്ചു അല്ലെ. പിന്നെ അവിടുത്തെ ലക്ഷദ്വീപിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് പറയുന്നത്? സ്കൂബ ഡൈവിംഗ് പറഞ്ഞില്ലേ, സ്കൂബ ഡൈവിംഗ്. ഓക്കെ, ഇനി പവിഴദ്വീപുകൾ അല്ലെ. എന്താണ് പവിഴദ്വീപുകൾ? എന്തൊക്കെയാ പഠിച്ചത്? കോറൽ പൊളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? കാൽസ്യം. ഈ രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള ഘടകം ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ് പറഞ്ഞു. ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പവിഴപ്പുറ്റുകൾ കാണപ്പെടാറുണ്ട്. പവിഴദ്വീപുകൾ കേട്ടോ. പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ കുറിച്ച് എന്ന് പഠിച്ചു? ബംഗാൾ ഉൾക്കടലിലാണ്. അഗ്നിപർവ്വത ജന്യ ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ. ഇതിൽ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന 10 ഡിഗ്രി ചാനലാണെന്ന് പറഞ്ഞു. പിന്നെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നിക്കോബാറിലാണ് കേട്ടോ. പിന്നെ 572 ദ്വീപുണ്ട്. 38 ജനവാസമുണ്ട്. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് പറഞ്ഞു. ഇന്ത്യയുടെ തെക്കേറ്റമായ ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിന്റെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു. 2024 സുനാമിയിൽ 4 മീറ്ററോളം ഇതിന്റെ ഭാഗത്ത് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. മണൽ ബീച്ച്, പാറക്കെട്ട്, സമുദ്ര കമാനം, ക്ലിഫ്, വേലിയേറ്റ ചാലുകളൊക്കെ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെ പഠിച്ചു? ഓർമ്മയുണ്ടോ നമുക്ക് ഇതൊക്കെ പറയുമ്പോ? ഓർമ്മയുണ്ടോ? ഇനി ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് അല്ലെ. ആൻഡമാനിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളൊക്കെ ആൻഡമാനിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ തീരെ ഭൂരൂപങ്ങൾ പറഞ്ഞു അല്ലെ. കാറ്റ്, ഹിമാനി നദികളൊക്കെ ഫലമായിട്ട് ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പറഞ്ഞു. ക്ലിഫുകൾ എന്താണ് പഠിച്ചു? ബീച്ച് പഠിച്ചു. പൊഴികൾ പഠിച്ചു. പിന്നെ എന്താണ് മണൽ നാക്കുകൾ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വന്നു. പിന്നെ കാലാവസ്ഥ എത്തി അല്ലെ. കാലാവസ്ഥയിൽ എന്താണ്? മിതമായ കാലാവസ്ഥയാണ് അല്ലെ. അവിടെ അത്യുഷ്ണമോ ശൈത്യമോ ഒന്നും ഉണ്ടാകില്ല. കര പെട്ടെന്ന് ചൂടാകുന്നതും കടൽ സാവധാനത്തിലാണ് ചൂട് പിടിക്കുന്നത്. കര എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂട് പിടിക്കും. പക്ഷെ കടൽ എന്താണ്? മെല്ലെയാണ് ചൂട് പിടിക്കുള്ളൂ. അതേപോലെ മെല്ലെ തന്നെ തണുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ കടൽക്കാറ്റ് എന്താണ് പഠിച്ചു? കരക്കാറ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പിന്നെന്താ പഠിച്ചത്? കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അല്ലെ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ധാരാളം മഴ ലഭിക്കും. പിന്നെ മണ്ണുകൾ പഠിച്ചു അല്ലെ. പടിഞ്ഞാറൻ തീരസമതലത്തിലും കിഴക്കൻ തീരസമതലത്തിലുള്ള മണ്ണുകളെ കുറിച്ച് പഠിച്ചു.
പഠനാതീത സമതലത്തിലാണ് കേട്ടോ ധാരാളം മണ്ണുകൾ ലഭ്യമാകുന്നത്. മണൽ നിറഞ്ഞ മണ്ണും അതുപോലെ മഞ്ഞ ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, ജൈവാംശം കൂടിയ പീറ്റ് മണ്ണൊക്കെ കാണപ്പെടുന്ന പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ്. പക്ഷെ കിഴക്കൻ തീരസമുദ്രത്തിൽ എക്കൽ മണ്ണും ചെങ്കൽ മണ്ണും മാത്രമേ കിഴക്കൻ തീരസമുദ്രത്തിലുള്ളൂ. പിന്നെ ഓരോ തീരപ്രദേശത്തും കാണപ്പെടുന്ന പ്രത്യേക മരങ്ങൾ മണ്ണുകൾ പഠിച്ചു. പിന്നെ നമ്മൾ തീരദേശ സസ്യങ്ങൾ പഠിച്ചു അല്ലെ. വരണ്ട തീരസസ്യം, ആർദ്ര തീരസസ്യം പറഞ്ഞ് പഠിച്ചു. പിന്നെ മണൽപ്പരപ്പുകളിലും പാറക്കെട്ടുകളിലും ഒക്കെയാണ് വരണ്ടത്. പിന്നെ ആർദ്ര തീരസസ്യം പറയുമ്പോൾ കണ്ടൽക്കാട്, കടൽപ്പായല്, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ, ലവണ ചതുപ്പ് നിലങ്ങൾ, ഇതൊക്കെ എന്താണ് ആർദ്ര തീരസസ്യങ്ങൾ വരുന്നതാണ് പറഞ്ഞു. പിന്നെ കണ്ടൽക്കാടുകളെ കുറിച്ച് പഠിച്ചു. 380 കിലോമീറ്ററോളം എന്തുണ്ട് തീരപ്രദേശത്തോളം 380 കേട്ടോ 380 380 പഠിച്ചോട്ടാ വരും കേട്ടോ ക്വസ്റ്റ്യൻ വരും. 380 അത്രത്തോളം എന്തുണ്ട് വിസ്തൃതിയില് കിലോമീറ്ററോളം കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ ബംഗാളിലെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. നമ്മുടെ ഏക കണ്ടൽക്കാട് കണ്ണൂരുണ്ട്. കേരളത്തിലെ 14 ജില്ലകളില് കണ്ണൂർ മാത്രമാണ് കണ്ടൽക്കാടുള്ളത്. അതെവിടെയാണ്? കണ്ണൂർ ധർമ്മടത്താണ് കേട്ടോ. പിന്നെ മത്സ്യങ്ങൾക്കും ജലജീവികളുടെ ഒക്കെ പ്രജനന കേന്ദ്രമാണ് ഏത് ഈ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. കണ്ടൽ ദിനം എപ്പോഴാടാ? അന്താരാഷ്ട്ര കണ്ടൽ ദിനം എപ്പോഴാ? ജൂലൈ 26 കേട്ടോ, മറക്കല്ലേ, ജൂലൈ 26 പിന്നെ ചുഴലിക്കാറ്റ് സുനാമിയിലൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. ശ്വാസകോശമൊക്കെയാണ് കണ്ടൽക്കാട് എന്ന് പറയുന്നത്. പിന്നെ ധാതു നിക്ഷേപങ്ങൾ പഠിച്ചു. ധാതു നിക്ഷേപങ്ങള് നമ്മൾ പറഞ്ഞു ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് കേട്ടോ. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് ഒക്കെ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങളാണ് കേട്ടോ. തീരപ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, പിന്നെ മാംഗനീസ്, ഇരുമ്പയിര്, മാംഗനീസ്, അതുപോലെ ബോക്സൈറ്റ് അല്ലെ. അതുപോലെ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കുന്നത് ഏതാണ്? മോണോസൈറ്റ് കേട്ടോ, മോണോസൈറ്റ്. പിന്നെ കൊല്ലത്ത്, ചവറയില്, ഒഡീഷ, തമിഴ്നാട്ടിലൊക്കെ കരിമണൽ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ജനസംഖ്യ നമ്മൾ നോക്കി. ഇന്ത്യൻ തീരപ്രദേശം എന്ന് പറയുമ്പോൾ ജനസംഖ്യയിലും ജനസാന്ദ്രതയും ഒക്കെ കൂടുതലാണ്. ദേശീയ ശരാശരിയേക്കാൾ ജനസാന്ദ്രത ഉള്ളത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് ജനസാന്ദ്രത കുറവ്, പക്ഷെ ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. ലക്ഷദ്വീപിൽ ശരാശരി കൂടുതൽ എന്തുണ്ട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ മെട്രോ നഗരങ്ങൾ ഏതൊക്കെയാണ്? 4 മെട്രോ നഗരങ്ങൾ പഠിച്ച ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി വെച്ചിട്ടുള്ള ബാക്കി 3 എണ്ണവും തീരപ്രദേശങ്ങളാൽ സമ്പന്നമായിട്ട് വന്നതാണ്. പിന്നെന്ത് പഠിച്ചു? പിന്നെ അതാ പഠിച്ചത് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു അല്ലെ. കൃഷി, മത്സ്യബന്ധനമൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും കപ്പൽ നിർമ്മാണങ്ങളും മത്സ്യബന്ധനവും ഉപ്പ് നിർമ്മാണത്തിലൂടെയൊക്കെ അവർ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തുറമുഖങ്ങളുടെ വികസനം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയും ഇറക്കുമതി, എക്സ്പോർട്ട് ഒക്കെ, ഇമ്പോർട്ട്, അതുപോലെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവര് മെച്ചപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവർ കുറെ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ ലെസൺ എന്തായി കംപ്ലീറ്റ് ആയി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടായിരുന്നു ഈ ലെസണിൽ ഒരു 1.5 ലെസൺ ആണ്. നല്ലോണം പഠിക്കാനുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവർ 100% ഉറപ്പിക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ പുതിയ SRT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പഠിച്ചു വെക്കുക കേട്ടോ. തൊണ്ടിട്ടുണ്ടെങ്കിലും വെള്ളമൊക്കെ കുടിക്കാതെ അങ്ങനെ വരണ്ടിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഈ ലെസൺ കംപ്ലീറ്റ് ആയി. അപ്പോൾ സപ്പോർട്ട് അനുസരിച്ച് മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പൊ സമയം നോക്കും 1 മണിക്കൂർ 20 മിനിറ്റ് ഇത്രയും ടൈം വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് വ്യൂസ് ഇല്ലാതെ നമ്മൾ ക്ലാസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് 1 രൂപ നിങ്ങൾ ചെലവാക്കണ്ടല്ലോ. താഴെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകുക. പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, റിവിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ആ ക്ലാസ്സോട് കൂടി മതിയെങ്കിൽ അത് പറയണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ റിവിഷൻ വെറുതെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ. അത് പറയാൻ വിട്ടതാണ്. ഓക്കെ, ബൈ.